ജീവിതത്തിൽ തൻ്റെ വലിയ പ്രവൃത്തികളെ ചെയ്ത് നമ്മളെ അത്ഭുതകരമായ സാക്ഷിയാക്കുന്നല്ലോ. ഇന്നത്തെ ജീവിതത്തിൽ ഇന്നത്തെ ഓരോ ദിവസവും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് കേൾക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നല്ലോ. നമുക്കിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നന്ദി പിതാവേ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണ്, സകലത്തിലും നമ്മളെ സാക്ഷ്യമാക്കുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടുവരുന്നു. ഇന്നും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചോണം. കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ വലിയ പ്രവൃത്തികളെ ചെയ്യും. നമ്മളെ കർത്താവ് കൈവിടത്തില്ല. ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ദൈവം നമുക്ക് വേണ്ടി തൻ്റെ പ്രവൃത്തി അയച്ച് നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ സാക്ഷിയാക്കും. അതുകൊണ്ട് ഇന്ന് കൂടി വന്നിരിക്കുമ്പം നിങ്ങളുടെ അകത്തൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ അകത്തൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തൻ്റെ വലിയ പ്രവൃത്തികളെ ചെയ്യും, ഞാനത് കാണും, ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. കർത്താവ് നമ്മളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് വരികയായിരുന്നു. തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് വരുന്നു. ഇന്നലെ നമ്മൾ കേട്ട വചനം മാത്രമല്ല, വചന ചിന്ത എന്താണെന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ജീവജലത്തിന്റെ നദികൾ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനെ കുറിച്ച് നമുക്കിന്ന് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് ഇന്ന് നമ്മൾ കർത്താവിന്റെ കൃപയാൽ ഒരുമിച്ച് ഇന്ന് ഈ സൂം മീറ്റിംഗിൽ പങ്കുചേരുമ്പം ഈ സമയത്ത് നിങ്ങൾ വാട്സാപ്പിൽ എന്നെ കോൾ ചെയ്യുന്നോട് പറയുന്നു. ഈ സമയത്ത് ഫോൺ ചെയ്യരുത്. പ്രാർത്ഥന ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കോൾ ചെയ്യരുത് ഞാൻ പറയുന്നു. ഈ സമയത്ത് വാട്സാപ്പിൽ ഈ ലൈവിൽ കാണുന്നവർ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്നവർ കോൾ ചെയ്യരുത്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പോകാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒഴുക്കിൽ ദൈവം നമ്മളെ ആത്മാവിൻ്റെ വലിയ ഒഴുക്കിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, കർത്താവ് എന്നെ നടത്തും. ഇനി എത്ര പരിഹാസങ്ങൾ, എത്ര ജീവിതത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ വന്നാലും നിങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ ഇതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോയിരിക്കും. നമ്മുടെ ബലമെന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളല്ല, നമ്മളെ സഹായിക്കാൻ നേറ്റവരല്ല, നമ്മളെ സഹായിക്കാൻ നേറ്റിട്ട് പിന്മാറിയവരല്ല. നമ്മുടെ ബലം നമ്മുടെ ജോലിയോ വരുമാനമോ നമ്മുടെ ആൾബലമോ ബന്ധുബലമോ അല്ല. നമ്മുടെ ബലം കർത്താവാണ്. പറഞ്ഞിരിക്കുന്നത്, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ ശക്തനാക്കുന്ന വേണ്ടി അത് ജോസഫിനും യേശുവിന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടിട്ട് ഞാൻ തുടക്കം മുതൽ വായിക്കും. യേശു തെബരിയ രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ട് വലിയൊരു പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ വന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു.
യഹൂദന്മാരുടെ പെസഹ അടുത്തിരുന്നു. യെരൂശലേമിൽ വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. അത് അവരെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞു. യേശു ശിഷ്യന്മാരോ അറിഞ്ഞിരുന്നില്ല. അപ്പം നമ്മൾ കർത്താവിനെ വിളിക്കുന്ന, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നമ്മുടെ അകത്ത് ഏറ്റവും കൂടുതൽ ഉറപ്പ് കയറണം. ഞാൻ പറയും, ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെന്നറിയാം. ിൽ എന്നെ ഉറപ്പും ധൈര്യവും ഉള്ളവനാക്കി മാറ്റണം. ജീവിതത്തിൽ ചോദിച്ചു, ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഭാവിയെപ്പറ്റി, നമ്മുടെ ശരീരത്തെപ്പറ്റി, നമ്മുടെ ജീവിതത്തെപ്പറ്റിയൊക്കെയുള്ള നമ്മളെ വെല്ലുവിളികളാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു പറഞ്ഞൊരു ഇങ്ങനെ ആ വാചനം അവിടെ കൊടുത്തിരിക്കുകയാണ്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിയുന്നു. അപ്പൊ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പോകും നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ദൈവം എൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. ഒരു വിശ്വാസി, ഞാൻ വിശ്വാസി എടുത്ത് പറയാൻ കാരണം, യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചു വചനത്തിലും കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന, കർത്താവ് യേശുവിൽ എന്നെ ഉറപ്പും ധൈര്യവുമുള്ള വ്യക്തിയാക്കി മാറ്റണം. കാരണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ഇവിടെ വചനം പറയുകയാണ്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞു. എന്നിട്ടും അവരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് ചോദിച്ചു. തിരിച്ച് നമുക്കറിയാം, ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പലതവണ ഈ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് തൊട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ കാണാത്ത പലതും ദൈവത്തിന് കാണാൻ പറ്റും. നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയിട്ട്, നമ്മൾ തപ്പിയിട്ടും, നമ്മൾ അന്വേഷിച്ചിട്ടും, നമ്മൾ എത്തിപ്പെട്ട് നോക്കിയിട്ട് ഒന്നും കാണാത്തത് ദൈവത്തിന് കാണാൻ പറ്റും. ഞാൻ എടുക്കുന്നില്ല, പഴയ നിയമം നിങ്ങൾ വായിക്കുന്ന സമയത്ത് പഴയ നിയമത്തിൽ ഹാഗർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റും. എത്ര പേര് വായിച്ചിട്ടുണ്ട്, എത്ര പേര് കേട്ടിട്ടുണ്ട് ഹാഗറിനെ പറ്റി? ആരാന്നറിയാൻ പറ്റുമോ ഹാഗർ? അബ്രഹാമിന്റെ ഭാര്യ. അബ്രഹാമിന്റെ ദാസിയും അവിടെ ദാസിയിൽ നിന്നും ജനിച്ച ഒരു ഇസ്മായിലിനെ പറ്റിയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അല്ലെ? അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ഹാഗറിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഗലാത്തി ലേഖനത്തിലേക്ക് വരുന്ന സമയത്ത് അബ്രഹാമിന്റെ മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. അപ്പൊ ദാസിയായ അബ്രഹാമിന്റെ ദാസിയായ ഇസ്മായിലിന്റെ അമ്മയായ ഹാഗറിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്കറിയാം, ഹാഗർ മരുഭൂമിയിലേക്ക് അയക്കപ്പെടുന്ന സമയത്ത് ഹാഗറിനെ കൊടുത്തു വിട്ടു, ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്തു വിട്ടു. ഹാഗർ മരുഭൂമിയിൽ എന്ത് ചെയ്തു? അലഞ്ഞു. അവസാനം ഒരു അമ്പിൻപാട് അകലെ തന്റെ മകന്റെ മരണം കാണാൻ കഴിയാതെ ഹാഗർ മാറി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരമ്മ കുഞ്ഞിന് വേണ്ടി കരുതാവുന്ന ആകെ ഉണ്ടായിരുന്ന ഒരു സമ്പാദ്യം ഒരു തുരുത്തി വെള്ളവും അപ്പവുമാണ്. അത് മരുഭൂമിയിൽ അലഞ്ഞ് അത് മുഴുവൻ അവസാനിച്ച് ഇനി അവിടെ ഒന്നും കാണാനില്ല. ആ മരുഭൂമിയിലെല്ലാം അവസാനിപ്പിച്ച് മകൻ മരിക്കുന്നത് കാണാൻ കഴിയാഞ്ഞിട്ട് ഒരു അമ്പിൻപാട് അകലെ പോയി കണ്ണുനീരോടെ കരയുന്ന ഹാഗറിന്റെ മുമ്പിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു? അവിടെ ഒരു ഉറവ കാണിച്ചു കൊടുത്തു എന്ന് കാണാം. നമുക്കറിയാം, ഒരു വ്യക്തി മരണവെപ്രാളത്തിൽ നിൽക്കുന്ന സമയത്ത്, ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന സമയത്ത്, നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയാണോ നമുക്ക് ഒരു തരി വെള്ളം ലഭിക്കുവാൻ നമ്മൾ അന്വേഷിക്കാത്ത ഇടങ്ങളൊന്നും കാണത്തില്ല അല്ലേ?
നമ്മൾ ഓടി നടന്ന് പരതി അന്വേഷിക്കും. എന്നാൽ ആ ഹാഗർ അവിടെ മൊത്തം അന്വേഷിച്ചിട്ടും എന്ത് ചെയ്തില്ല? ഒരു തുരുത്തി വെള്ളം തനിക്ക് കുഞ്ഞിന് കൊടുക്കുവാൻ ലഭിച്ചില്ല. അതുകൊണ്ട് ആ സഹോദരി ഒരു കാര്യം തീരുമാനിച്ചു, ഇനി മരിക്കുന്നതാണ് ബുദ്ധി. അത് സ്വന്തം മകൻ കൺമുമ്പിൽ മരിക്കുന്നത്, വെള്ളമില്ലാതെ മരിക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ട് രമ്പിൻപാട് അകലെ മാറി നിൽക്കുന്ന സമയത്ത് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഒരു ഉറവ അവിടെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഇത്രയും മരണം മുഖാമുഖം കണ്ടിട്ടും ഈ ഹാഗർ കാണാത്ത ഉറവ? നമുക്കറിയാം, ഒരു കുഞ്ഞിന് വേണ്ടി വെള്ളം ആ മരുഭൂമിയിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഈ മാതാവ് അന്വേഷിക്കും. പക്ഷെ ഈ മാതാവ് അന്വേഷിച്ചിട്ടും മാതാവിനെ കാണാൻ പറ്റാത്ത, ഹാഗറിനെ കാണാൻ പറ്റാത്ത ഉറവ ദൈവത്തിന്റെ ദൂതനെ കണ്ടുവെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളും ഞാനും നോക്കുന്നിടത്ത് പലതും കണ്ടില്ലെങ്കിലും നിങ്ങൾ കാണാത്ത പലതും ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് ഈ വചനത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞു. അതായത് ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഈ ജനത്തിന് കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ ആകെ 5 അപ്പവും 2 മീനും ഉള്ളൂ. നമുക്കറിയാം, ഒത്തിരി പ്രസംഗം നിങ്ങൾ ഈ വചനത്തിൽ നിന്ന് കേട്ടതല്ലേ? ഒത്തിരി പ്രസംഗം കേട്ടവരാ. ആമേൻ. നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ട് ഈ വചനത്തിൽ നിന്നും ശീലിച്ചവരാ. പക്ഷെ ഇവിടെ പറയുകയാണ്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് കർത്താവിനറിയാം. ഈ ദിവസങ്ങളിൽ ബലപ്പെട്ടോണം. എൻ്റെ ദൈവം എനിക്ക് സകലതും നന്മയാക്കി മാറ്റും. നമ്മുടെ അകത്തേക്ക് ഇത് ഈ ദിവസങ്ങളിൽ ഒരു ബലപ്പെട്ട ചിന്തയകത്തോട്ട് കയറുക. എൻ്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല, സകലതും എൻ്റെ ദൈവം നന്മയാക്കി എനിക്ക് മാറ്റും. നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടോ? പ്രാർത്ഥിച്ച് നിങ്ങൾ മടുത്തോ? പ്രാർത്ഥനയിൽ നിങ്ങൾ തളർന്നു പോയോ? ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല കേട്ടോ. നമുക്ക് പരീക്ഷകൾ ഉണ്ടാവും, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പോക്കുവഴി തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വചനം പറയുന്നു, ഫിലിപ്പോസ് അവനോട്, കർത്താവേ ഒരല്പമെങ്കിലും 20 പണത്തിന്. അപ്പം നമുക്കത് പലതവണ ഈ വചനം പറഞ്ഞുകൊണ്ട് ഞാൻ താഴേക്ക് വായിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ ആ വാക്യത്തിലേക്ക് വരികയാണ്. അവിടെ പറയുകയാണ്, ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ, നമ്മൾ പ്രസംഗം നിങ്ങൾ ഒത്തിരി ഇത് കേട്ടും അടുത്തവരായിരിക്കും അല്ലേ, 5 അപ്പവും 2 മീനുമുണ്ട്. എന്നാൽ താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നത് കൊണ്ട് 5000-ഓളം പുരുഷന്മാരിരുന്നു. അപ്പൊ സ്ത്രീകളും കുഞ്ഞുങ്ങളും വേറെയുണ്ട്, പ്ലസ് 5000+ ആണ്. ഇത്രയും ആളുകളെ യേശു എന്ത് ചെയ്തു? ഇരുത്തി. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ 2 വാക്യം 10ഉം 11 വാക്യം വായിക്കണ്ട, ഇത് നോക്കിയിട്ട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നിങ്ങളോട്. യേശു ക്രിസ്തു 5000 പുരുഷന്മാരെയും സ്ത്രീകളെയും ഇരുത്തിയ സമയത്ത് അവിടെ 5000 പേർക്കും കൊടുക്കാനുള്ള അപ്പവും മീനും ഉണ്ടോ ഇല്ലയോ? ഇല്ല. യേശുവിനുണ്ട്, ശിഷ്യന്മാർക്കില്ല. ആമേൻ. ഒറ്റ വാക്കിൽ ഉത്തരവേ ഉള്ളൂ, അവിടെ ഇല്ല. 5000 പേരെ ഇരുത്തിയിട്ട് കർത്താവ് വിളമ്പുവാൻ 5000 പേർക്കുള്ള ആഹാരമില്ല. നമ്മൾ പലപ്പോഴും വിശ്വാസ ജീവിതം എങ്ങനെയാണ്? നമ്മൾ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ പലതും നമ്മുടെ കൺമുമ്പിലില്ല. അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ബ്രദർമാരെല്ലാം വിളിച്ചു പറയും, കർത്താവ് ഒരുക്കും, കർത്താവ് ഒരുക്കും, കർത്താവ് ഒരുക്കും. നമുക്കിതൊന്നും കാണാൻ പറ്റത്തില്ല. സത്യമല്ലേ? നമ്മളിതെല്ലാം കേട്ടിട്ട് നമ്മൾ കരയുക, എൻ്റെ ബ്രദറെ കാര്യമൊക്കെ ശരിയാ, കർത്താവ് ഒരുക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാനൊരു കാര്യം പറയാം, ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നാൽ ഇത് തന്നെ കർത്താവ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഓർക്കുന്നതെന്നറിയോ? കർത്താവ് 5000 അപ്പം ഇങ്ങനെ ആ പുൽമെത്തയിലെല്ലാം കൊണ്ടുവച്ചാൽ നമ്മൾ ആദ്യത്തെ പന്തിയിൽ തന്നെ ചാടിയിരിക്കും. ആണോ അല്ലയോ? 5000 പേർക്കുള്ള ആഹാരവും അപ്പവും മീനും അവിടെ നിരത്തി കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യത്തെ പന്തിയിൽ ഓടിയിരിക്കും. പക്ഷെ 2 അപ്പവും 5 അപ്പവും 2 മീനും കൊണ്ട് അവിടെ വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾ അവിടെ ഇരിക്കത്തില്ല. നിങ്ങൾ പറയും, ഓ ഈ പന്തിയിൽ പോയിരുന്നിട്ട് ഇതിനു വേണ്ടി അടിപിടി കൂടാൻ ഞാനില്ല. 5000-ഓളം പുരുഷന്മാർ പ്ലസ് സ്ത്രീകളും കുഞ്ഞുങ്ങളും കിടക്കുമ്പോൾ ഈ 5 അപ്പവും 2 മീനും കൊണ്ട് ഇത് തികയത്തില്ല. നിങ്ങൾ പറയും, ഞാനില്ല, വിട്ടോളാൻ പറയും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെയാണ് നിങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം, നിറച്ചു വിടുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന്റെ ചില പ്രത്യേകതകളാണ് നാം തിരിച്ചറിയേണ്ടത്. കർത്താവ് എന്താണ് വിശ്വാസം എന്ന് നാം പഠിക്കുന്ന സമയത്ത് ഈ ഒരു വചനം നമ്മളെ ബലപ്പെടുത്തും. ഒരിക്കലും കണ്ടിട്ടിറങ്ങുന്നവരല്ല നമ്മൾ. കർത്താവ് പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവും. വഴിയിൽ ഉറപ്പിച്ചോ, അവിടെ ഒരു പ്രവൃത്തി കണ്ടിരിക്കും. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, കർത്താവ് 5 അപ്പം എടുത്ത്, ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്,
പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി. എപ്പോഴാണ് യേശു അപ്പം എടുത്ത് വാഴ്ത്തിയത്? 10-ാം വാക്യത്തിൽ പറയുന്ന ആളുകളെ ഇരുത്തി. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000 പുരുഷന്മാരെ ഇരുത്തിയിട്ട് പിന്നെ യേശു എന്ത് ചെയ്തു? അപ്പൊ ഞാൻ ചിന്തിക്കുക, കുറച്ചാൾക്കാർ ചിലപ്പോൾ ഇരുന്ന് കാണത്തില്ല, അവർ ഓർത്ത് കാണും, ശിഷ്യന്മാർ ഓർത്ത് കാണും, എൻ്റെ ദൈവമേ, ആൾക്കാരെങ്ങനെ ഇരുന്നിട്ട് അവര് വലിയ പ്രതീക്ഷയോടെ, നമ്മുടെ ഒരു നാട്ടിലൊരു പഴഞ്ചൊല്ലില്ലേ, ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചിട്ട് ഊണില്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അവരോർത്ത് കാണും, എൻ്റെ കർത്താവ് ഈ ആൾക്കാരെ മൊത്തം പിടിച്ചിരുത്തിയിട്ട് ഈ 5 അപ്പവും 2 മീനും ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവർ വയലന്റ് ആകത്തില്ലേ? ശിഷ്യന്മാർ അകത്തേക്ക് ഒരു ടെൻഷൻ ഉണ്ടായി കാണും. അവർ ചിലപ്പം ആദ്യത്തെ പന്തിയിൽ ഇരുന്ന് കാണത്തില്ല, അവർ ചിലപ്പം മാറി നിന്ന് കാണും, ചിലർ ഓടാൻ തയ്യാറായി നിന്ന് കാണും, ആൾക്കാരെ ഇളകത്തില്ലേ? പക്ഷെ യേശു ഇരുത്താൻ പറഞ്ഞപ്പോൾ ഇരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരാണ് വിശ്വാസത്തിന്റെ വീരന്മാർ. കർത്താവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങിക്കോണം. അതിന്റെ കാര്യം എന്നാണെന്നറിയാവോ? കർത്താവിനറിയാം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ അത്ഭുതം ചെയ്യണമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളാണ് ചിലപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളാണ് ആ കാലഘട്ടത്തിലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളാണ് ആ കാലഘട്ടത്തിലെങ്കിൽ ശിഷ്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഞങ്ങളുടെ ആകെ, അവരവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ ഈ വചനം പലതവണ എടുത്തുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്ത അതുകൊണ്ടാണ്. ഇവിടെ ഫിലിപ്പോസ് പറയുന്നുണ്ട്, ഫിലിപ്പോസ് അവരോട് ഓരോരുത്തൻ്റെ അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന്റെ അപ്പം മതിയാകത്തില്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ഓരോരുത്തരായി ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലനുണ്ട്. അപ്പൊ ഫിലിപ്പോസ് പറഞ്ഞു, ഇനി 200 പണത്തിന്റെ അപ്പം പോലും നമുക്ക് എന്ത് പറ്റത്തില്ല, തികയത്തില്ല. അപ്പൊ ശിഷ്യന്മാർ ഓടാൻ തയ്യാറായിട്ട് നിൽക്കുക. കർത്താവാണെങ്കിൽ പറഞ്ഞു, ഇരുത്തിക്കോളാൻ പറഞ്ഞു. എൻ്റെ ദൈവമേ, ശിഷ്യന്മാർക്കൊരു ഭയം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒറ്റ പ്രാർത്ഥന, കർത്താവ് യേശുവിൽ എന്നെ ഉറപ്പിക്കണം, കർത്താവായ യേശുവിൽ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും ഉറപ്പിക്കണം. നമ്മുടെ അകത്ത് പലപ്പോഴും സംശയം വരുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? തമ്പുരാൻ ഒന്നും മുമ്പിൽ കാണിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ കാണിച്ചിട്ടിറങ്ങിയാൽ എന്നെ കുഴപ്പമെന്ന് പറയാം. അതിൻ്റെ പേര് വിശ്വാസമൊന്നല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എബ്രായ ലേഖനം 12-ാം അധ്യായം പറയുന്നു, വിശ്വാസം എന്നതോ, നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയാം, കൈവച്ച് പ്രാർത്ഥിക്കുക, ഇപ്പൊ രോഗം മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുക രോഗം മാറിയാൽ ഞാൻ കൈവെക്കാം. അതിന് വിശ്വാസമെന്നല്ല പറയുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ഇതാ വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ചെയ്യുന്നതല്ല, കാണാതെ ചെയ്യുന്നതാണ്. ഇവിടെ പറയുന്നു, അവരെ ആളുകളെ ഇരുത്തി, പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഈ ദിവസങ്ങളിൽ സ്റ്റെപ്പ് എടുത്ത് വെച്ചോണം, കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞോണം, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇവിടെ വചനം ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവം എന്താണ് ചെയ്യുവാൻ പോകുന്നു എന്ന്, കർത്താവ് എന്താണ് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞു. കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. 5000+ സ്ത്രീകൾ, പുരുഷന്മാർ, 12 ശിഷ്യന്മാർ, ഇവർക്കറിയാത്ത കാര്യം കർത്താവിന് അറിയാം. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ കുടുംബക്കാർക്കോ നിങ്ങൾക്കോ പോലും അറിയാത്ത കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉറപ്പിച്ച് ഞാൻ പറയാം, കർത്താവിന് അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ വഴി തുറക്കണമെന്ന്. ഭാരപ്പെടരുത് കേട്ടോ. ഈ ദിവസങ്ങളിൽ ബലപ്പെട്ടോണം കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ വിഷയങ്ങൾ മാറ്റിത്തരുവാൻ കർത്താവിന് പറ്റും. കർത്താവിന് പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ എപ്പോഴും പറഞ്ഞ ഉദാഹരണമാണ്. ലോകത്തിൽ യേശുവിനെ വിശ്വസിക്കാത്ത, മദ്യപിച്ച് മറ്റ് ലോകത്തിലും പാപത്തിലും മോഹത്തിൽ നടക്കുന്ന ഒരു മനുഷ്യൻ 10 രൂപയുടെ ലോട്ടറി എടുത്തിട്ട് അവൻ പറയുന്നൊരു വാക്കെന്തുവാ? ഒറ്റ ലോട്ടറി അടിച്ചാൽ എൻ്റെ സകല വിഷയവും തീരും. കണ്ടോ? അവൻ യേശുവിനെ വിളിക്കുന്നവനായിരിക്കത്തില്ല, അവൻ യേശുവുമായിട്ട് ഒരു ബന്ധമില്ലായിരിക്കാം, അവൻ മദ്യപിച്ച് ലോകത്തിന്റെ വഴി നടക്കുന്നവനായിരിക്കാം. 10 രൂപയുടെ ലോട്ടറിയിൽ അവൻ പറയുന്നൊരു വാക്കുണ്ട്, ഇതെങ്ങാനും അടിച്ചാൽ എൻ്റെ ജീവിതം മാറിയിരിക്കും. കണ്ടോ? നമ്മുടെ ഇരിക്കുന്ന അതിനേക്കാൾ വിലപിടിപ്പുള്ള ദൈവത്തിന്റെ വാക്തത്വ വചനമാ. ഇത് കൈ പിടിച്ചുകൊണ്ട് പറയണം, ഇതെന്റെ ജീവിതത്തെ മാറ്റി മറിക്കും. ബൈബിൾ വായിക്കുവാനും ബൈബിൾ കേൾക്കുവാനും ബൈബിൾ വിശ്വസിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു നിങ്ങൾ വിളിച്ചു പറയണം, ലോകത്തിൽ മയക്കുമരുന്നിലും മദ്യത്തിലും ലോകത്തിലും പാപത്തിലും നടക്കുന്നവൻ ഒരു ലോട്ടറി ടിക്കറ്റിൽ ഇത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ ആ ലോട്ടറി ടിക്കറ്റ് പോക്കറ്റുകൊണ്ട് പറയത്തില്ലേ, ഇതെങ്ങാനും അടിച്ചാൽ എൻ്റെ ജീവിതം മാറുമെന്ന്? അവൻ എന്നാ വിശ്വാസമാണ്? കണ്ടോ? ചിലപ്പോൾ അടിക്കത്തില്ലായിരിക്കും, ചിലപ്പോൾ അടിച്ചേക്കാം, എന്നാലും അവൻ വിശ്വസിക്കുക, ഇതെങ്ങാനും അടിച്ചാൽ എൻ്റെ ഭാവി മാറും. പ്രിയരെ, ഞാൻ പറഞ്ഞത് കയ്യിലിരിക്കുന്നത് വചനമാണ്.
നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് വിശ്വാസമാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഇത് ഇത്രയും നിങ്ങളുടെ കയ്യിലിരുന്നുകൊണ്ട് നിങ്ങൾ പറയണം, നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവത്തിൽ എന്നെ ഉറപ്പുള്ളവനാക്കി മാറ്റണം. ഇതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഇത് ദൈവത്തിൽ ഉറപ്പ് വന്നാൽ എന്നെ ഗുണമെന്ന് അറിയാമോ? നിങ്ങൾ ചാടിയിരിക്കും. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. എങ്കിലും ഇത്ര പേർക്ക് ഇത് എന്തുള്ളൂ എന്ന് പറയുന്ന ശിഷ്യന്മാര് കാണുകയാണ്. യേശു പറയുകയാണ്, ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. ഞാൻ ചോദിച്ചോട്ടെ ഒരു ചോദ്യം. ഒരാൾ വന്നിട്ട് ചോദിക്കുക, ഇരിക്കുന്നതിന് മുമ്പ് ചോദിക്കുക, കർത്താവേ കാര്യമൊക്കെ ശരിയാ, ഇവിടെ ഞങ്ങള് ഒരപ്പത്തിന്റെയോ 1 മീനിന്റെയോ ഞങ്ങൾക്ക് ഇത്രയും പേർക്കുള്ള ആഹാരത്തെ ഒരു സ്ഥലത്ത് പോലും കാണുന്നില്ലല്ലോ. ഇപ്പൊ നമുക്കറിയാം 5000 പേർക്ക്, നിങ്ങളൊക്കെ കല്യാണത്തിന് പോകുന്ന സ്ഥലത്ത് കല്യാണ മണ്ഡപത്തിലോട്ട് കയറുന്ന സമയത്ത് അവിടെ കലവറയിൽ നമുക്കൊരു മണമൊക്കെ വരും അല്ലേ? നമുക്കവിടെ കാണാൻ പറ്റും, ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഫുഡ് ഇങ്ങനെ നിരത്തി, കേറ്ററിംഗിന്റെ ജോലിക്കാരെല്ലാം അതിലെല്ലാം ഓടിപ്പാഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പാണ്, നമുക്ക് വേണ്ടിയുള്ള ഒരു ആഹാരമുണ്ട്. ഇവിടെ ഈ തുറന്ന സ്ഥലത്ത്, തുറസായ സ്ഥലത്ത് ഇത്രയും ആൾക്കാർ നോക്കിയിട്ട് അവിടെ എങ്ങും ഇത്രയും ജനത്തിനുള്ള ഒരു കൊട്ട പോയിട്ട്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് വേണ്ടിയുള്ള ആഹാരത്തെ കണ്ടില്ല. എന്നിട്ടും അവരിരുന്നു. ശ്രദ്ധിച്ചു നോക്കി, എന്നിട്ടും ഇരുന്നു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇരുന്നാൽ കർത്താവ് അത് ചെയ്യും. ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, വിശ്വസിച്ച് കർത്താവിന്റെ വചനം കേട്ടേ, ഒന്ന് ബലപ്പെട്ടേ, ആ വചനം ഒന്ന് ചേർത്ത് പിടിച്ചേ, എന്നിട്ട് പറയണം, എൻ്റെ കർത്താവ് ഈ വചനം എനിക്ക് വേണ്ടി ചെയ്യും, കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കും. ചുമ്മാ പറയണം നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ, അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ. നടക്കുന്ന വഴിയിലൊക്കെ പറയും, എനിക്കറിയത്തില്ല, എങ്ങനെ എനിക്കറിയത്തില്ല. നമ്മളോട് ചോദിക്കത്തില്ല കൂട്ടുകാരും നാട്ടുകാരും വീട്ടിലൊക്കെ, നിന്റെ ഭാവി എന്തായി തീരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ? ഉടനെ തിരിച്ചു വിടണം, സഹോദരൻ എനിക്ക് പോലും അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, സകലരുടെ മുമ്പിൽ ഞാൻ മാനിക്കപ്പെടും. ഉടനെ തിരിച്ചൊരു ചോദ്യം, എൻ്റെ ദൈവം ഇതൊക്കെ എങ്ങനെ നടക്കാനാ? അതൊന്നും എനിക്കറിയത്തില്ല. 5 അപ്പം കൊണ്ട് 5000 പേരുടെ ഇടയിലേക്ക് എങ്ങനെയാണ് ഈ അപ്പം വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഒരു അപ്പം ഉണ്ടാക്കണമെങ്കിൽ എന്തൊരു പാടമല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിലൊരു അപ്പം ഉണ്ടാക്കുവാന്ന് വിചാരിച്ചു, മാവ് കാശ് കൊടുത്ത് മേടിക്കണം, അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്യണം, ദോശക്കല്ല് ചൂടാക്കണം, ഒഴിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മീൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? മീൻ കടയിൽ പോകണം, അല്ലെങ്കിൽ മീൻ പിടിക്കണം, വലയിടണം, കൊണ്ടുവരണം, കറി വെക്കണം, ചുടണം, അല്ലെങ്കിൽ വറക്കണം. എന്തെല്ലാം പരിപാടി ചെയ്താലാ ഒരപ്പം ആകുന്നത്. ഇവിടെ കർത്താവ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊന്നും ചെയ്തില്ല കർത്താവ്. നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കി. അവിടെ കർത്താവ് അപ്പം കുഴയ്ക്കാൻ പോയില്ല, മാവ് മേടിക്കാൻ വേണ്ടി പോയില്ല, മീൻ പിടിക്കാൻ വേണ്ടി പോയില്ല, മീൻ മറക്കാൻ വേണ്ടി പോയില്ല, മീൻ ചുടാൻ വേണ്ടി പോയില്ല, കല്ല് കൂട്ടാൻ പോയില്ല, അടുപ്പുണ്ടാക്കാൻ പോയില്ല, തീ വെക്കാൻ പോയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്റെ ദൈവമേ, ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാ ഇതുണ്ടായത്? ചിന്തിക്കാൻ പോയാൽ ഒരു ഉത്തരവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിന്തിക്കാൻ പോകണ്ട, വാ കൊണ്ട് പറ, ഇതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കും, കർത്താവ് എനിക്ക് വേണ്ടി കരുതും. കാര്യം ഞാൻ മകളാണ്, മകനാണ്, അവകാശിയാണ്. ആമേൻ. ഈ ഒരു അറിവ് നമ്മുടെ അകത്തോട്ട് നിറയട്ടെ. ഈ ദിവസങ്ങളിലുള്ള പ്രാർത്ഥന എന്നാണെന്നറിയാവോ? ഇനി നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പ് വരുന്നില്ലേ? പ്രാർത്ഥിക്കുക, കർത്താവെ എനിക്ക് കർത്താവിൽ എന്നെ ഉറപ്പിക്കുക എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവെ, എനിക്കറിയാം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്, പക്ഷേ ഞാൻ ഇപ്പോഴും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു പന്തിയിൽ, ആ ഒരു പുൽമേടിൽ എനിക്കിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴും നിൽക്കുക. കർത്താവെ വല്ലോം നടക്കുവോ? കർത്താവെ വല്ലോം കിട്ടുവോ? എനിക്ക് ഇരിക്കാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണെന്നറിയാവോ? എൻ്റെ മനസ്സ് മൊത്തവും പറയുന്നു കിട്ടാൻ പോണില്ല. പക്ഷെ അവിടെ ഇരുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു നോക്കി. ഞാൻ ആ വചനം നിങ്ങളെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാം. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഈ വാക്യം ഈ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുന്നവർ, ഈ 10ാം വാക്യം മാത്രമേ, 10 വായിക്കാൻ പറഞ്ഞ 11, 12 ഒന്നും വായിക്കരുത്. 10ാം വാക്യം മാത്രം വായിക്കാൻ പറ്റുന്നവരെല്ലാം ഒന്ന് വായിച്ചേ. കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ആ 10ാം വാക്യം ഒന്ന് വായിച്ചേ, ഉറക്കെ ഒന്ന് വായിച്ചേ. ആളുകളെ യേശു പറഞ്ഞു, ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. ആമേൻ. ഞാൻ നോക്കിക്കാം, നമ്മളൊന്ന് നോക്കിയാൽ നമ്മൾ വിധത്തിൽ ഏത് കൂട്ടരാ? ഇരുന്നവരുടെ കൂട്ടരാണോ നിന്നവരുടെ കൂട്ടരാണോ? നിന്നവരുടെ കൂട്ടരാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, കർത്താവേ ആ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലെ മനസ്സ് എനിക്ക് വേണം കർത്താവേ.
അതായത് ഈ ദിവസങ്ങളിൽ ഭാരമുണ്ട്, ഭയമുണ്ട്, ടെൻഷനുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ കർത്താവേ, യേശുവിൽ എന്നെ ഉറപ്പിക്കണം. കർത്താവിൽ എന്നെ ഉറപ്പിക്കും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്നെ എന്തായാലും കളയത്തില്ല കർത്താവ്. തെളിവെന്നാ ബ്രദറെ? ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അതിനിപ്പോൾ എന്ത് കുറവ് എനിക്ക് വന്നാലും, എന്തെല്ലാം വിഷയം വന്നാലും കർത്താവ് പറയുക, ഞാൻ നിന്നെ കൈവിടത്തില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സംശയം അകത്ത് കയറി. പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? ഉറപ്പ് വന്നാലേ ഉള്ളൂ നമുക്ക് ധൈര്യം ഉണ്ടാകത്തുള്ളൂ. ധൈര്യം വന്നാലേ ഉള്ളൂ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലായോ? ടെൻഷൻ ഫ്രീ ആകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, കർത്താവെ എന്നെ ദൈവത്തിൽ ഉറപ്പിക്കണം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ യോശുവോട് പറഞ്ഞ്, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിട്ട് മാറണം. അതിന് നീ എന്ത് ചെയ്യണം? രാവും പകലും എൻ്റെ വചനത്തെ ധ്യാനിക്കണം. അപ്പം നിനക്ക് എന്തുണ്ടാവും? ഉറപ്പും ധൈര്യവും ഉണ്ടാവും. ഈ ദിവസങ്ങളിൽ കർത്താവിൽ ഉറപ്പും ധൈര്യവും നിങ്ങളുടെ ഉള്ളിൽ നിറയും. ഈ ദിവസങ്ങളിൽ ഞാനൊരു കാര്യം പറയാം. കർത്താവ് നമുക്ക് വേണ്ടി, യേശു എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അവരറിഞ്ഞു. പക്ഷെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ചോദ്യം. അപ്പം ഇങ്ങനെയൊക്കെ കർത്താവ് ചില സമയത്ത് നമ്മളോട് പെരുമാറിയാലും പേടിക്കരുത് കേട്ടോ. ചില പരീക്ഷയൊക്കെ വരുമ്പോൾ ഒരിക്കലും ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഇയ്യോബിൻ്റെ ശോധനയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പുതിയ നിയമ വിശ്വാസിക്ക് ഒരിക്കലും ഇയ്യോബിൻ്റെ ശോധന വരത്തില്ല. പേടിക്കണ്ട കേട്ടോ. ഇയ്യോബിൻ്റെ ശോധന പുതിയ നിയമ വിശ്വാസിക്ക് വരത്തില്ല. ഒത്തിരി തെളിവുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. പഴയ മെസ്സേജ് നോക്കി ഇയ്യോബിൻ്റെ ശോധനയെ പറ്റിയുള്ളത്, പഴയ നിയമത്തിലെ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പുതിയ നിയമത്തിലെ പരീക്ഷ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്ന ഒറ്റ വാക്ക് ഞാൻ നിർത്താം: ദോഷങ്ങളാൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കത്തില്ല. ഇറ്റ വാക്യം മാത്രം മതി. ഇയ്യോബിനുണ്ടായത് ദോഷമാ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, തലമുറകൾ നഷ്ടപ്പെട്ടു, സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു, ദോഷം വന്നു, രോഗം വന്നു. ബൈബിൾ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ പറഞ്ഞു, ഇനി നിങ്ങളെ ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. ഇപ്പം മനസ്സിലായോ? അപ്പം ഈ പരീക്ഷ എന്ന് ഇങ്ങനെ ചില ചോദ്യങ്ങൾ കർത്താവ് ചോദിക്കും. നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ ഞാൻ എടുത്തു തരാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ബലപ്പെട്ടോണം കേട്ടോ. ബ്രദറെ, എൻ്റെ കടഭാരമൊക്കെ മാറി, എൻ്റെ കുടുംബത്തിൽ രോഗമെല്ലാം മാറി, ഞാൻ രക്ഷപ്പെടും. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളെ രക്ഷപ്പെടത്തുള്ളൂ. ഇവിടെ വചനം ശ്രദ്ധിച്ചു നോക്കി. യേശു പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. അപ്പം ചില വിഷയങ്ങൾ വരുമ്പം നമ്മുടെ മനസ്സ് പറയും, കർത്താവ് എന്നെ കൈവിട്ടോ. നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരുമ്പോൾ ഓർത്തോണം, ഇതൊരു പരീക്ഷയാണ്, പേടിക്കണ്ട. അടുത്ത വാക്യത്തിൽ പറയുന്നു, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞു. യേശുവിനെ അറിയാം. എൻ്റെ കൂടെ ഒന്ന് പറയാൻ പറ്റുമോ? കർത്താവിനെ അറിയാവുന്ന എൻ്റെ ജീവിതത്തിൽ എപ്പോൾ പ്രവർത്തിക്കണമെന്ന് പറ. ആമേൻ. അപ്പൊ കർത്താവിന് നന്നായിട്ട് അറിയാം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ പ്രവർത്തിക്കണമെന്ന്. പക്ഷെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, കർത്താവെ, ഇന്ന് ഞാൻ വേദന അനുഭവിക്കുന്നുവെങ്കിൽ എൻ്റെ യേശു സൗഖ്യദായകനാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന വ്യക്തിക്കകത്തോട്ട് നിരാശയല്ല കയറേണ്ടത്, പ്രത്യാശയാണ് കയറേണ്ടത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ ഈ ആളുകളുടെ പ്രത്യേകത കണ്ടു നോക്കി. യേശു ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു അവർ. നമ്മളാണ് എന്ത് ചെയ്തേനെ? ആരവിടെ കേറ്ററിംഗ് നടത്തുന്നത്? എങ്ങനെയാണ് ഈ ഒരു മലയുടെ മുകളിൽ, പ്രത്യേകിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യഹൂദൻ്റെ പെസഹായുടെ സമയം കൂടെ, വളരെ തിരക്കുള്ള സമയമാണ്. ഒരു ചായക്കട പോലും ചിലപ്പോൾ കാണത്തില്ല അവിടെ, വലിയ ബിസി ആയിട്ടുള്ള സമയമാണ്. അവിടെ തിരക്കാൻ പോയില്ല. യേശു പറഞ്ഞപ്പോൾ ഇരുന്നു. യേശു പറഞ്ഞപ്പോൾ കൈ കഴുകിയിരുന്നു. ഞാൻ ആലോചിച്ച് നോക്കി, യേശു ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു, ഓടിപ്പോയി കൈ കഴുകി. 3 ദിവസമായിട്ട് ആഹാരം കഴിച്ചെന്ന് ഓർത്തോണം. യേശു പറഞ്ഞ ഉടനെ അവരിരുന്നു. നമ്മളാണ് തിരക്കിയാൻ, ദൈവമേ അപ്പം പോയിട്ട് ബ്രെഡെങ്കിലും കിട്ടുമോ? ഇവിടെ അവർ ഇരുന്നു. അതാ എന്നെ അതിശയിപ്പിച്ചത്. ആളുകളെ ഇരുത്താൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല ഫിലിപ്പോസ് ലീഗായി, അല്ല പത്രോസ് ലീഗായി, അല്ല യോഹന്നാൻസ് ലീഗ്, കാര്യമൊക്കെ ശരിയാ, പ്രസംഗമൊക്കെ നല്ലതായിരുന്നു, ബൈബിളിലെ പ്രസംഗമൊക്കെ ബ്രദർ പറഞ്ഞ വലിയ കാര്യമൊക്കെയാണ്. പക്ഷെ ഒരു കാര്യമല്ലോ നടക്കുമോ? അവർ ചോദിച്ചില്ല, അവരിരുന്നു. ഇതാണ് ഫെയ്ത്ത്, ഇതാണ് വിശ്വാസം. കണ്ടിട്ട് വിശ്വസിക്കുന്നവൻ വിശ്വാസിയല്ല, അവൻ നോർമലാ. മനസ്സിലാകുന്നുണ്ടോ? കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനാ, അവൻ്റെ പേരാ വിശ്വാസി. ഈ ദിവസങ്ങളിൽ എന്തോ കർത്താവ് ചെയ്യും എന്ന് ഉറപ്പോടെ ആമേൻ പറയണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. എനിക്ക് വേണ്ടി ചെയ്തില്ല പിന്നെ കർത്താവ് ആർക്കു വേണ്ടി ചെയ്യാനാ? നിങ്ങളോട് തന്നെ പറയണം.
ദൈവത്തെ വിളിക്കുന്ന, വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും വചനം കേട്ട് കർത്താവിന്റെ വഴിയെ പുറകെ പോകുന്ന നിങ്ങൾക്ക് ഉറപ്പില്ല, പിന്നെ ലോകത്തിൽ ആർക്കാ ഉറപ്പുള്ളത്? പറ. ദൈവത്തെ വിളിക്കാത്തവൻ പോലും പറയും എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കണമെന്ന്. ദൈവത്തെ വിളിക്കുന്നവൻ പറയും അവനും പ്രാർത്ഥന എന്നെ രക്ഷിക്കണമേ എന്ന്. ഇവത്തിൽ എന്താ വ്യത്യാസം? നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മളും യേശുവിനെ വിശ്വസിക്കാത്ത, ലോകത്തിലും പാപത്തിലും മോഹത്തിലും ജീവിക്കുന്നവനും എൻ്റെയും പ്രത്യേകത അവൻ്റെ പ്രാർത്ഥന എന്നെ രക്ഷിക്കണമേ, എൻ്റെ പ്രാർത്ഥന എന്നെ രക്ഷിക്കുന്ന ദൈവം. മനസ്സിലാകുന്നുണ്ട്? വ്യത്യാസം മനസ്സിലാകും. നമ്മുടെ അകത്ത് ഉറപ്പ് കയറും. നമ്മുടെ അകത്തേക്ക് ഉറപ്പുണ്ടായിരിക്കണം. കർത്താവ് എന്നെ മാനിച്ചില്ല പിന്നെ ആരെ മാനിക്കാനാ? പറയണം. നിങ്ങളോട് തന്നെ പറയണം. കർത്താവ് എന്നെ ഉയർത്തിയില്ലെങ്കിൽ പിന്നെ ആരെ ഉയർത്താനാ? അപ്പൊ ഇത് പറയുമ്പോൾ അഹങ്കാരമല്ലേ ബ്രദറെ? അഹങ്കാരമല്ലേ ബ്രദർ ഈ പറയുന്നതൊക്കെ? കാര്യം ദൈവത്തിന് ആരെ ഉയർത്താമല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ മക്കൾക്ക് ആഹാരം കൊടുത്താതെ നിങ്ങൾ വഴിയെ പോകുന്ന ആൾക്കാർക്ക്, ഒരു ആഹാരം കഴിക്കാത്തവർക്കാണോ ആദ്യം കൊടുക്കുന്നത്? വീട്ടിലെ പിള്ളേർക്കാണോ? നമ്മൾ പറയും വീട്ടിലെ പിള്ളേർക്ക് കൊടുത്തിട്ട് ബാക്കി കൊടുക്കും. കർത്താവ് തന്നെ പറഞ്ഞിട്ട് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ല. യേശു പറഞ്ഞ വാക്ക, ഞാൻ പറഞ്ഞ വാക്കല്ല. ആ വാക്ക് ഞാൻ ഇന്ന് പ്രിപ്പയർ അല്ലായിരുന്നു. ആർക്കെങ്കിലും ആ വാക്യം അറിയാവോ? ശുനേനക്കാരനായ സഹോദരിയോട് കർത്താവ് പറയുന്ന ഒരു വാക്കാണ്. ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ആ സഹോദരിയോട് മകളുടെ സൗഖ്യത്തിന് വേണ്ടി വന്ന മാതാവിനോട് യേശു പറഞ്ഞ വാക്കാണ്. ആ വാചനം പെട്ടെന്ന് എടുക്കാൻ പറ്റും ആർക്കെങ്കിലും? ആ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ലെന്ന് യേശു പറയുന്നുണ്ട്. ഇത് മക്കളുടെ അപ്പമാണ്, ഇത് ഞാൻ കൊടുക്കത്തില്ലെന്ന് യേശു പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ മക്കളാണോ? നിങ്ങൾക്ക് തന്നിട്ടേ കർത്താവ് ബാക്കി ആർക്കെങ്കിലും കൊടുക്കത്തുള്ളൂ. നമുക്ക് ഒരു അസൂയയും വേണ്ട കേട്ടോ. നമുക്ക് ഒരു അസൂയയും വേണ്ട. നമ്മളെ അനുഗ്രഹിച്ചിട്ടേ ബാക്കി കർത്താവ് ആരെയും ചെയ്യത്തുള്ളൂ. ഈ വചനമൊക്കെ തെളിവാ. മനസ്സിലാകുന്നുണ്ടോ? മക്കളുടെ അപ്പം എടുത്ത് ഞാൻ നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ലെന്ന് യേശു പറയുന്നുണ്ടെങ്കിൽ മക്കൾക്ക് എത്ര ഒരു ബലം തരുന്ന വാക്കായത്. നിങ്ങളുടെ രോഗം സൗഖ്യമായില്ലേ പിന്നെ ലോകത്തിൽ ആരുടെ സൗഖ്യമാകത്തില്ലെന്നേ. നിങ്ങൾ അത്ഭുതം നടന്നില്ല പിന്നെ ലോകത്തിൽ ആർക്ക് വേണ്ടി അത്ഭുതം നടക്കാൻ പോകുന്നത്? മക്കളുടെ അപ്പം എടുത്ത് കർത്താവ് കൊടുക്കത്ത്. ഈ ദിവസങ്ങളിൽ കേട്ടോണം, കർത്താവ് എനിക്ക് ചെയ്യുവാൻ പോകുന്ന എന്തെന്ന് നമ്മൾ അറിഞ്ഞോണം. കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മക്കളാണ് നിങ്ങൾക്ക് അവകാശം പറയണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തി. അല്ലെ പിന്നെ നമ്മൾ ഈ ബൈബിള് വിശ്വാസമൊക്കെ വെറുതെ പ്രസംഗിക്കുന്നതാണ്. ഇത് വെറുതെ അല്ല കേട്ടോ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായില്ലെങ്കിൽ എൻ്റെ പ്രസംഗം വൃഥാ എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതിനർത്ഥം അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഈ പ്രസംഗം ബലമുള്ളതാണ്. ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, കൈവിടത്തില്ല കേട്ടോ. ലോകത്തിൽ ആരെ കൈവിട്ടാലും, ലോകത്തിൽ ആരെല്ലാം കൈവിട്ടാലും, ആരെന്നല്ല, ലോകത്തിൽ ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും, തള്ളിപ്പറഞ്ഞാലും, മാറ്റി നിർത്തിയാലും, ഒതുക്കിയാലും, ഇനി എത്ര ചവിട്ടിത്താക്കാൻ നോക്കിയാലും നിങ്ങൾ പുറത്തു വന്നിരിക്കും. കാരണം നിങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ യേശുവാ. ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, കർത്താവേ ആ ഇരുന്ന കൂട്ടത്തിലുള്ള ആളുകളുടെ ഉറപ്പ് എന്നിലേക്കൊന്ന് പകരണം. എനിക്ക് വിശ്വാസമുണ്ട്, ശരിയാ. പക്ഷെ എനിക്ക് പലപ്പോഴും ഇതേപോലെ പന്തിയിലേക്ക് ഇരിക്കാൻ പറയുമ്പോൾ ഞാൻ സംശയിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, കർത്താവിൽ എന്നെ ഉറപ്പുള്ളവനാക്കി മാറ്റണം. എന്നെ കർത്താവിൽ ഉറപ്പുള്ളവനാക്കണം കർത്താവ്. യോശുവയോട് പറഞ്ഞതുപോലെ നീ ഉറപ്പും ധൈര്യവും ഉള്ളവനാകണം. അതിനുവേണ്ടി നീ എൻ്റെ വചനത്തെ ധ്യാനിക്കണം. ദൈവമായിട്ടുള്ള ബന്ധം അവിടെ കാണിക്കും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് കർത്താവേ എന്നെ ആ കൂട്ടത്തിൽ ഇരുന്നവരുടെ കൂട്ടത്തിൽ, കൈ കഴുകി ഇരുന്നവരുടെ കൂട്ടത്തിൽ കർത്താവേ ആ ഉറപ്പിലേക്ക് എന്നെ കൊണ്ടുവരണം. നമ്മളാണെ പറഞ്ഞേനെ അപ്പം കണ്ടിട്ട് ചിലർ പ്രാർത്ഥിക്കുന്നിടത്ത് പോകാൻ പറയും, ബ്രദറെ ഒരത്ഭുതം നടന്നാലുണ്ടല്ലോ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരാം. ആലോചിച്ച് നോക്കി, ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്ന ബ്രദറെ നാളെ ഞാൻ പ്രാർത്ഥനയിൽ കയറിയിരിക്കും. ഒരു നിർബന്ധവുമില്ല. അവിടെ ഇരുന്നു നിങ്ങൾ. ഇറങ്ങാൻ ധൈര്യമുണ്ടോ? കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. ബ്രദറെ എനിക്ക് സമയമൊന്നുമില്ല, സൂമിലേക്ക് കയറണമെന്ന് ഞാൻ നാളെ പറഞ്ഞില്ലേ, ചില ആൾക്കാർ എനിക്ക് സൂം ഒന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല. അങ്ങനെയെങ്കിൽ ആ സ്മാർട്ട് ഫോൺ വിൽക്കുക. നിങ്ങൾ ആ സ്മാർട്ട് ഫോൺ വിറ്റിട്ട് ഒരു സാധാരണ ഫോൺ ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ബൈബിളും വായിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. നിങ്ങൾ സ്മാർട്ട് ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ സൂം ഉപയോഗിക്കാൻ പഠിച്ചേ പറ്റത്തുള്ളൂ. ഒരു എക്സ്ക്യൂസ് ഇല്ല അവിടെ. ഞാൻ അങ്ങനെ ആൾക്കാർ പറയാറുണ്ട് കേട്ടോ, ദേഷ്യം തോന്നരുത്. ബ്രദർ എനിക്ക് സൂം ഒന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇത് സംസാരിക്കുന്ന വാട്സാപ്പിൽ ഈ വോയിസ് വിടുന്നതൊക്കെ പഠിക്കണം. ഈ വയസ്സാം കാലത്ത് ഞാൻ എന്നാ പഠിക്കാനാ? അല്ലെ പിന്നെ എന്തിനാ സ്മാർട്ട് ഫോൺ മേടിച്ചത്? അത് വിൽക്ക്. അത് വിറ്റിട്ട് ബാക്കി പൈസ സ്വത്രകാഴ്ച കൊടുത്തിട്ട് ചെറിയൊരു 500 രൂപയുടെ 1000 രൂപയുടെ സാധാരണ ഫോൺ മേടിച്ചിട്ട് ആ വഴിക്ക് പൊക്കൂ. തമ്പുരാൻ ഈ സ്മാർട്ട് ഫോൺ തന്നെ എന്തിനു വേണ്ടിയാ? ഇതൊക്കെ ഉപയോഗിക്കാനാ. ഫേസ്ബുക്ക് പിശാചാണ്, യൂട്യൂബ് പിശാചാണ്, മറ്റേ ഇൻസ്റ്റാഗ്രാം പിശാചാണ്, എല്ലാം നമുക്ക് പിശാച്. ഇതൊക്കെ ഉപയോഗിക്കുക ദൈവനാമത്തിന് വേണ്ടി.
ഇതൊന്നും പിശാചല്ല, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? നമുക്കിതെല്ലാം അനുഗ്രഹമാണ്. നമുക്കിതെല്ലാം അനുഗ്രഹമാക്കി മാറ്റണം നമ്മൾ ഇതിനെല്ലാം. ഇപ്പം ഇന്ന് സൂം മീറ്റിംഗ്, ഇപ്പം നമുക്ക് കർത്താവ് ഇത് സൂം മീറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനക്കാർക്ക് വേണ്ടി നിർമ്മിച്ചതൊന്നും അല്ല ഈ കമ്പനി, ആണോ? ഫേസ്ബുക്കിൽ നമുക്കിപ്പോൾ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട്, യൂട്യൂബിലൊക്കെ പ്രയർ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നിർമ്മിച്ചവർ പ്രാർത്ഥനക്കാർക്ക് വേണ്ടി നിർമ്മിച്ചതല്ല. പക്ഷെ നമ്മൾ അതെല്ലാം പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി ഉപയോഗിക്കുക. ഇപ്പോൾ മനസ്സിലായോ? ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുമ്പം യേശുവിൻ്റെ വചനം കേട്ട് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, വചനത്തെയാണ് നമ്മൾ ചാടി പിടിക്കേണ്ടത്. വചനമാണ് നമ്മുടെ അപ്പം. ചാടി പിടിച്ചോ, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ ഈ വചനത്തിലും ദൈവത്തിലും ഒന്ന് ഉറപ്പിക്കണേ, എന്നെ ഒന്ന് ഉറപ്പിക്കണം. എന്തിനാ ഉറപ്പിക്കുന്നറിയാവോ? ഉറപ്പിക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് കർത്താവ് മാത്രമേ ഉള്ളെന്ന്. നമ്മൾ ഓർക്കും അനിയനും ചേട്ടനും ബന്ധുക്കാരും ചാർച്ചക്കാരും കൂട്ടുകാരും നാട്ടുകാരും അവരെല്ലാം ഉണ്ട് നമ്മുടെ കൂടെ. പക്ഷെ കർത്താവിൽ ഉറപ്പിക്കും മനസ്സിലാവും ദൈവം മാത്രമേ ഉള്ളെന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന റിയൽ ഫെയ്ത്തിലേക്ക്. ഒരുക്കുന്നവൻ, കരുതുന്നവൻ, മാറാത്തവൻ, അത്ഭുത മന്ത്രിയായവൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ ബലപ്പെട്ടേ, കർത്താവിലൊന്ന് ധൈര്യപ്പെട്ടേ. രോഗത്താൽ ഭാരപ്പെടുന്നവർ, നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സൗഖ്യമായിരിക്കും. നിരാശപ്പെടരുത് കേട്ടോ. നമ്മുടെ ഉള്ളിൽ ദുഃഖം ഭരിക്കാൻ നോക്കും, ഭയം നമ്മളെ ഭരിക്കാൻ നോക്കും, ശൂന്യത നമ്മളെ ഭരിക്കാൻ നോക്കും, നമ്മുടെ ഞെരുക്കങ്ങൾ നമ്മളെ ഭരിക്കാൻ നോക്കും. പറഞ്ഞോണമില്ല, എനിക്കൊരു കർത്താവുണ്ട്. എൻ്റെ ദൈവമേ, എനിക്കൊരു കാര്യം ഉറപ്പാ കർത്താവേ. ഇങ്ങനെ ഇത്രയും ചിന്തിച്ചാൽ മതി. ഈ 5000 പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഗോതമ്പ് കൊണ്ടുവന്ന് പൊടിച്ച് കലക്കി മാവുണ്ടാക്കി ദോശക്കല്ലെ വെച്ച് തീ ഉണ്ടാക്കി അത് വെച്ച് മീൻ പിടിച്ച് കൊണ്ടുവന്ന് ചുട്ടോ വറുത്തോ ഇത്രയും പേർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൺഫേമാണ്. അവിടെ ഗോതമ്പും വന്നിട്ടില്ല, അവിടെ ദോശക്കല്ലും വന്നിട്ടില്ല, അവിടെ തീക്കനലും വന്നിട്ടില്ല, അവിടെ ദോശ കലക്കിയിട്ടുമില്ല, മീൻ വല വെച്ച് പിടിച്ചിട്ടുമില്ല, ചൂണ്ട ഇട്ടിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ നിമിഷ നേരം കൊണ്ട് റെഡിമെയ്ഡായിട്ട് ഇത്ര അപ്പം വന്നതെങ്ങനെ? ഒന്ന് ചിന്തിച്ച്, ഒന്ന് കണ്ണടച്ച്, കുറച്ചു നേരം ഒന്ന് കണ്ണടച്ച് ഒന്ന് ചിന്തിച്ച്. നിങ്ങളൊക്കെ വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്നവരല്ലേ? ജീവിതത്തിൽ ഇന്ന് വരെ അപ്പം കഴിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ പ്രാർത്ഥനയിൽ? ആരും കാണത്തില്ലല്ലേ? ഒരു മീനെങ്കിലും കഴിക്കാത്ത ആരെങ്കിലും കാണുമോ? ഇല്ല. ഒന്ന് ചിന്തിച്ച് നോക്കി, ആ മീനും അപ്പവും ഒക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് എങ്ങനെയാണ്? എന്തോരം കഷ്ടപ്പാടിൻ്റെ അകത്തുനിന്ന് ഇതൊക്കെ വന്നതല്ലേ? നമ്മൾ പോയി ചന്തയിൽ പോയി മീൻ മേടിച്ചതാണ്. പക്ഷെ ആ മീൻ നമ്മളിലോട്ട് എത്തണമെങ്കിൽ എന്തോരം കഷ്ടപ്പാടുണ്ട്. കടലിൽ പോകണം, വല വീശണം, ചൂണ്ടയിടണം, കൊണ്ടുവരണം, വെട്ടിക്കാത്താക്കണം, മുറിക്കണം, കറി വെക്കണം, വറക്കണം, ഗോതമ്പ് വിളയണം, അത് പൊടിക്കണം, കുഴയ്ക്കണം, വെക്കണം. എന്തോരം കഷ്ടപ്പെടണം. കണ്ണടച്ചിട്ട് ഇതൊന്ന് കണ്ടേ. ഇതൊന്നും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കളക്കകത്തോട്ട്, നിങ്ങളുടെ പാത്രത്തിൻ്റെ അകത്തോട്ട് റെഡിമെയ്ഡായിട്ട് അപ്പം ഇരുന്നാൽ നിങ്ങൾ ഞെട്ടുവോ ഇല്ലയോ? ഇതാ ദൈവം, ഇതാ ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ഞെട്ടണം. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ഞെട്ടണം. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും അങ്ങനെയാണ്. നിങ്ങളൊന്ന് കണ്ണടച്ചത് കുറച്ചു നേരം ചിന്തിച്ച്, കണ്ണ് തുറക്കണ്ട ആരും, കണ്ണടച്ചേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ കണക്ക് കൂട്ടി ചെയ്യുന്ന ഒരു പരിപാടി ദൈവത്തിനില്ല. ഒന്ന് കണ്ടു നോക്കിയേ. ആ പുൽപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾ ഇപ്പൊ കണ്ണടച്ചേ, നിങ്ങൾ ചുറ്റും നോക്കിക്കേ. കാണാൻ പറ്റുന്നുണ്ടോ? യേശുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ശിഷ്യന്മാരെ കാണാൻ പറ്റുന്നുണ്ട്. യേശുവിനെ കാണാം, ശിഷ്യന്മാരെ കാണാം. ആകെ കാണുന്നത് 5 അപ്പവും 2 മീനും. ബാക്കി അത് ഏറ്റവും പുറകിലിരിക്കുന്ന എനിക്ക് കിട്ടത്തില്ലെന്ന് ഉറപ്പാ. കാരണം എന്തുവാ? ആദ്യത്തെ പന്തിയിലിരിക്കുന്നവൻ 5 അപ്പവും കിട്ടും. അവന് വിശപ്പുണ്ടെങ്കിൽ 3 ദിവസമായിട്ട് ആഹാരം കഴിക്കാത്തവൻ ചാടിപ്പിടിക്കും, അവൻ അത് കൊണ്ടുപോകും. ഞാനിരിക്കുന്നത് 1, 2, 3, 4000 പേരുടെ പന്തിയിലാണെങ്കിൽ എനിക്കൊരു തുള്ളി പോലും കിട്ടത്തില്ല. പക്ഷെ കർത്താവ് ഇരിക്കാൻ പറഞ്ഞു. എവിടെ അപ്പം? ഈ മരുഭൂമിയിൽ, ഈ നിൽക്കുന്ന വലിയ ഈ പച്ചപ്പിൽ ആര് കൊണ്ടുവന്ന് ഗോതമ്പ് പൊടിക്കാനാ? ഇതൊന്നും എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എനിക്കൊരെത്തും പിടിയും കിട്ടത്തില്ല. പക്ഷെ കണ്ണടച്ചുകൊണ്ട് പറ, യഹോവ ഈര ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. കർത്താവ് എന്താണോ എനിക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നത് കണ്ടുകൊണ്ട് ആമേൻ 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 പറ. ഹല്ലേലൂയ. ഇതിൻ്റെ പേരാ വിശ്വാസം. ഇത് ഉള്ളിൽ കയറണം. ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. കണ്ണടച്ചിട്ട് ഇത് കാണാൻ പറ്റുന്നില്ലേ? പ്രാർത്ഥിക്കണം. അത്ഭുതം നടക്കാൻ വേണ്ടിയല്ല, കർത്താവിൽ എന്നെ ഉറപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ അത്ഭുതത്തെ കാണും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ബൈബിൾ, ഇതാണ് കർത്താവ്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ വിശ്വസിക്കുന്ന പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ.
ഒന്ന് ചിന്തിച്ച്, ഞാനിത് പറഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന വേണമെങ്കിൽ യൂട്യൂബിൽ കയറി നിങ്ങൾക്ക് ഒന്നും കൂടെ കാണാം. എന്നിട്ട് അത് കേൾക്കുന്നത് കണ്ണടച്ചുകൊണ്ട് ഒന്ന് ചിന്തിച്ച് അടുക്കളയിൽ പോയിരുന്ന് കേൾക്കണം കേട്ടോ. അടുക്കളയിൽ പോയിരുന്നുകൊണ്ട് ഇത് കേൾക്കണം. ആ ഗോതമ്പ് പൊടിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ, അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പാക്കറ്റ് കൊണ്ട് നിരത്തി വെച്ചുകൊണ്ട് അത് നോക്കിക്കൊണ്ട് ഇത് കേൾക്കണം. എൻ്റെ കർത്താവേ, ഞാൻ ഈ പൊടികളെല്ലാം കൂടെ കലക്കി വെച്ച് അപ്പം ഉണ്ടാക്കി കഴിക്കുന്നത് എന്തോരം കഷ്ടപ്പാടാണ്. അവിടെ ഇരിക്കുന്ന ഒറ്റ ആൾക്കാരും കലക്കാനും പോയില്ല, ചുടാനും പോയില്ല, മീൻ വറക്കാനും പോയില്ല. എൻ്റെ ദൈവമേ, ഇതെങ്ങനെ തല പുകഞ്ഞാലോചിക്ക്. കുറേ ആലോചിക്കുമ്പോൾ മനസ്സിലാകും ഇത് വെറും ചിന്ത മാത്രമാണ്. ഇതിൻ്റെ അപ്പുറം എന്തോ അവിടെ നടന്നു. കുഴയ്ക്കാതെ, നനയ്ക്കാതെ, ചുടാതെ 5000+ ആളുകൾക്ക് അവിടെ അപ്പവും മീനും ലഭിച്ചുവെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളതിന്, യേശു എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ ആലോചിച്ച് നമ്മൾ പറയത്തില്ല, തല വെറുതെ പുണ്ണാക്കണ്ട. തല പുണ്ണാക്കണ്ടെന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വേസ്റ്റ് ആക്കണ്ടെന്ന് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ചിലപ്പം വേറെന്തെങ്കിലും അർത്ഥമാണെങ്കിൽ ക്ഷമിക്കണം. വേസ്റ്റ് ആക്കണ്ട ഞങ്ങളുടെ നാട്ടിൽ. വെറുതെ ആലോചിക്കണ്ട. എൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമായിരുന്നു ഓവർ തിങ്കിങ്. എൻ്റെ ഒരു ബലഹീനതയായിരുന്നു ഓവർ തിങ്കിങ്. ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പോവും. പിന്നെ ഈ ചിന്ത വരുമ്പോൾ തന്നെ ഒറ്റ പറഞ്ഞു, എൻ്റെ കർത്താവേ, യഹോവ ഈരെ, യഹോവ ഈരെ, യഹോവ ഈരെ, ദൈവം കരുതും. ബ്രേക്ക് ചെയ്യണം. ഓവർ തിങ്കിങ്ങിനെ ബ്രേക്ക് ചെയ്യണം. ഓവർ തിങ്കിങ് നമ്മളെ കൊണ്ടുപോകുന്നത് അവിശ്വാസത്തിലേക്കാണ്, മടുപ്പിലേക്കാണ്, ശൂന്യതയിലേക്കാണ്. എന്നാൽ കർത്താവിലുള്ള ഉറപ്പ് എന്നെ കൊണ്ട്, നമ്മൾ പറയും ഏത് സ്ഥലത്ത് പോയാലും എവിടെ പോയാലും പറയണം, കർത്താവ് കൂടെയുണ്ടോ, കർത്താവ് കൂടെയുണ്ടോ, എനിക്ക് ബലവാ, കർത്താവിൻ്റെ കൂടെയുണ്ട്. തെളിവെന്ന ഇമ്മാനുവൽ എന്ന പേര്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ച്. രോഗത്താൽ ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, എന്നിട്ട് ആ വേദനയുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പറ, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും. യേശുവേ, രോഗസൗഖ്യവും വേദനയും എൻ്റെ ആവശ്യമല്ല, അവകാശമാണ്. യേശു പറഞ്ഞല്ലോ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ മകനാണോ മകളാണോ പറയണം, അപ്പാ അങ്ങ് പറഞ്ഞല്ലോ അപ്പാ, മക്കളുടെ അപ്പമെന്ന്. മക്കൾക്ക് സൗഖ്യമുണ്ട്, മക്കൾക്ക് വേദനയിൽ നിന്ന് മോചനമുണ്ട്. ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ രോഗം സൗഖ്യമാകുക. ആ രോഗമുള്ള ഭാഗത്തോട് കൈവച്ച് ആ ബ്ലഡിലെ കൗണ്ടിലയോട് നോക്കിയെന്ന് കൽപ്പിച്ച്, ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കാൻ മേല, അത് കഴിക്കാൻ മേല, രോഗമാണ് പറഞ്ഞിരിക്കുകയാണെന്നും ദൈവമൊക്കെ ദൈവത്തിൻ്റെ മക്കൾ ആരോഗ്യമുള്ളവരാണ്. ദൈവത്തിൻ്റെ മക്കൾ സമൃദ്ധിയിൽ ജീവിക്കേണ്ടവരാണ്. എന്നാലോചിച്ച് നോക്കിയേ, നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ്റെ മകൻ്റെ കല്യാണം കണ്ട് ഇന്ത്യക്കാർ മൊത്തം വലിയ വാ വിളിച്ച് അതിശയിച്ച് നിൽക്കുമല്ലേ. കുറേ പേര് കുറ്റം പറഞ്ഞു, കുറേ പേര് അതിശയിച്ചു. ഒറ്റ ഉത്തരവേ ഉള്ളൂ, അപ്പൻ്റെ എന്തുവാ സ്റ്റാൻഡേർഡാ അത്. ആ മകൻ്റെ കല്യാണം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അസൂയപ്പെട്ട് കാര്യമില്ല. അപ്പൻ്റെ സ്റ്റാൻഡേർഡാ. അപ്പൻ അങ്ങനെയാണ്, മക്കൾക്ക് അങ്ങനെ ലഭിക്കും. നിങ്ങളുടെ അപ്പൻ ആരാ? നിങ്ങളുടെ അപ്പൻ സ്വർഗസ്ഥനായ പിതാവാണോ? നിങ്ങളുടെ പിതാവ് സ്വർഗത്തിലുണ്ടോ? നിങ്ങളുടെ പിതാവ് കർത്താവാണോ? അങ്ങനെയെങ്കിൽ ആ സ്റ്റാൻഡേർഡിൽ ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി അങ്ങനെ വേണം ചിന്തിക്കാൻ. എൻ്റെ കർത്താവെ, ഞാൻ അങ്ങയുടെ മകനാണല്ലോ, മകളാണല്ലോ, ഞാനാണോ ഈ യാചിച്ച് നടക്കുന്നത്? സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മകനാണോ ഈ രോഗവും ചുമന്നുകൊണ്ട് നടക്കുന്നത്? ചിന്തിക്കണം, ബലപ്പെടണം കേട്ടോ. പ്രാർത്ഥിക്കുക, കർത്താവെ എന്നെ ക്രിസ്തുവിൻ്റെ മനസ്സോട് ഏകീഭവിക്കണം, പുത്രൻ്റെ മനസ്സുപോലെ എന്നെ ആക്കണം. കൈ അവിടെ എടുക്കല്ലേ. രോഗികളായി ഭാരപ്പെടുന്നവർ കൈ അവിടെ വെച്ച് ആ ക്യാൻസറിനോട് പറയണം, ടാറ്റ പറ, നിന്നോട് ഞാൻ ഗുഡ് ബൈ പറയുക. രോഗത്തോട് പറ, ഞാൻ ഗുഡ് ബൈ പറയുന്നു. ഇപ്പോൾ ആ നിമിഷം വേദനകളുള്ളവർ കൈ അവിടെ വെച്ച് ആ കൈ എടുക്കുമ്പം വേദന അവിടുന്ന് പോയിരിക്കും. യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ പെടുമരണങ്ങളൊന്നും സംഭവിക്കത്തില്ല, നല്ല സുഖമരണമായിരിക്കും. ദീർഘായുസ്സോടെ ഇരുന്ന് മരിക്കും. അങ്ങനെ തന്നെ പറ, ഞാൻ ഒന്നാന്തരം ദീർഘായുസ്സോടെ ഇരുന്ന് ടിപ്പ് ടോപ്പിൽ മരിക്കും. അങ്ങനെ മരിച്ച പഴയ നിയമ ഭക്തന്മാരുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, പഴയ നിയമത്തിൽ ഇസ്ഹാക്കിനൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കരുതൽ വലുതാണ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്റ്റാൻഡേർഡ് സ്വർഗത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്. തിരിച്ചറിഞ്ഞ് നമ്മളിപ്പോൾ കടയിൽ പോകുമ്പോൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ കയ്യിലുള്ള പൈസയും നമ്മൾ പോകുന്ന കടകൾ എങ്ങനെയുള്ള കടകളായിരിക്കും? നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കടകളെ നമ്മൾ പോകത്തുള്ളൂ. ആണോ അല്ലയോ? നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കടയിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സാധനമാണ് നമ്മൾ മേടിക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പണക്കാരൻ്റെ മകൻ പോകുന്നത് നമ്മൾ പോകുന്ന കടയിൽ വരുമോ? ഇല്ല.
വ്യത്യാസം എന്തുവാ? അപ്പൻ്റെ വ്യത്യാസമാണ്. ഈ ദിവസം ദൈവത്തിൻ്റെ മക്കൾ, ബൈബിൾ പറയുന്നു, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ അലയും. ദൈവത്തെ വിളിക്കുന്നവനോ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. പിടികിട്ടിയോ? പിടികിട്ടി? നിങ്ങളെപ്പറ്റി പറയാം. ബാലസിംഹത, യങ് ലയൺ എന്നാണ് പറയുന്നത്. യങ് ലയൺ എൻ്റെ അർത്ഥം ഒരിക്കലും ഈ സിംഹത്തിൻ്റെ പിള്ളേർക്കൊന്നും കിട്ടാതെ വരത്തില്ല. യങ് ലയൺ, യൗവനത്തിൽ നിൽക്കുന്ന നല്ല ഒന്നാന്തരം എന്താ പറയുന്നത്, വേട്ടചാടാൻ തയ്യാറായി നിൽക്കുന്ന ആരോഗ്യമുള്ള സിംഹം പട്ടിണി കിടക്കത്തില്ല. പക്ഷെ അത് പട്ടിണി കിടന്നാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇനി അത് പട്ടിണി കിടന്നാലും ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരു കുറവും വരത്തില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവം നിങ്ങളെ പോഷിപ്പിക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. നന്ദി പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ആ കടഭാരം നീങ്ങും കേട്ടോ. പറയണം, എനിക്കറിയത്തില്ല 5 അപ്പം കൊണ്ട് കർത്താവ് എവിടെ നിന്നാണ് ഇത് നിർമ്മിച്ചത്. അങ്ങനെ വേണം നിങ്ങൾ ഈ കടഭാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആ വഴി ഈ വഴി നോക്കി പ്രാർത്ഥിക്കരുത് കേട്ടോ. ബ്രദറെ, ഞാൻ ലോൺ വെച്ചിട്ടുണ്ട്, ബ്രദർ പ്രാർത്ഥിച്ചേക്കണം. അയ്യോ ലോൺ കിട്ടുന്നില്ല, അങ്ങനെ എങ്ങനെയാണ്? ഞാൻ ഇന്നൊരു വാതിൽ മുട്ടിയിട്ടുണ്ട് ബ്രദറെ, ഒന്ന് പ്രാർത്ഥിച്ച് അത് തുറന്നാൽ മതി. അയ്യോ അത് കിട്ടിയില്ല ബ്രദറെ. നമുക്ക് എന്തുകൊണ്ടാണ് ടെൻഷൻ എന്നറിയാം? പ്രാർത്ഥിക്കുമ്പോൾ കാണും. ഇതൊക്കെ വെച്ച് ധ്യാനിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ കടഭാരോ രോഗമൊക്കെ പ്രാർത്ഥിക്കാൻ. ഈ ഞാൻ പറഞ്ഞത് അതിനുവേണ്ടി എളുപ്പ വഴി പറയും. ഈ മെസ്സേജ് ഇത് കഴിയുമ്പോൾ യൂട്യൂബിലെടുത്ത് ഓണാക്കിയിട്ട് അരിപ്പൊടിയും ഗോതമ്പൊടിയും എല്ലാം കൊണ്ടുവന്ന്, ഇനി അടുക്കളയിൽ പോയിരുന്ന് പറ്റുന്നില്ലെങ്കിൽ അരിപ്പൊടിയും ഗോതമ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മേശ കൊണ്ട് വെച്ചിട്ട് അതേ നോക്കിക്കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. ഇത് അകത്ത് നിന്ന് അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. എന്തോരം കഷ്ടം. ഇതൊന്നുമില്ലാതെ 5000+ ആൾക്കാർക്ക് ഇത്രയും അപ്പവും മീനും കർത്താവിന് എങ്ങനെ കൊടുക്കാൻ പറ്റി? പൊടിപ്പിക്കാതെ, കലക്കാതെ, ചുടാതെ ഇത്രയും പേർക്ക് കൊടുക്കാൻ എനിക്കറിയത്തില്ല കർത്താവ്. ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, യേശു എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അതെനിക്ക് വേണ്ടിയുള്ളതാ. നന്ദി കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി. ഈ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുമിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ. ഈ നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു, വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു, വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ 1978 ജനിച്ച ഒരു സൂസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. 1978 ജനിച്ചത് സൂസനെ ദൈവം തൊടുന്നു. ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ പ്രവൃത്തി മകളുടെ മേൽ തൊടട്ടെ. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി വരട്ടെ. ഈ ദിവസങ്ങളിൽ കരഞ്ഞത് മതി. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി പറ. ഞാൻ പറഞ്ഞതുപോലെ അപ്പം ഉണ്ടായതൊന്ന് ചിന്തിക്ക്. വീട്ടിലിരുന്നുകൊണ്ട് അപ്പം ഉണ്ടായത് എങ്ങനെ ചിന്തിക്ക്. ആ അപ്പം ഉണ്ടായത് ധ്യാനിക്കുമ്പം നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി തുറന്നിരിക്കും. അപ്പം ഉണ്ടായത് എങ്ങനെയെന്ന് ചിന്തിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത് തന്നെ ഒന്ന് കണ്ണടച്ച് ധ്യാനിക്ക്. ഇത് വചനം ധ്യാനിക്കേണ്ടത് എങ്ങനെ അത് ഉണ്ടായി? ചിന്തിച്ച് 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 തല പുകയണം. നമ്മുടെ തല പുകയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മിറക്കിളാണ്, ഇത് മിറക്കിളാണ്. തല പുകയണം, തല പുകയണം. അതുകൊണ്ട് ചിന്തിക്കണം. ഇത് ചിന്തിച്ച് നമ്മുടെ തല പുകയണം, നമ്മുടെ തല പുകയണം. ഇതെങ്ങനെ ഉണ്ടായി? എൻ്റെ ദൈവം എനിക്കറിയത്തില്ല. ഇവിടെ ഞാനൊരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പാടാണ്. കർത്താവിന് ആ മലമൂട്ടിൽ ഒരപ്പം ഉണ്ടാക്കാൻ നിമിഷ നേരങ്ങൾ മതിയായിരുന്നു. ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. നന്ദി കർത്താവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയ പ്രവൃത്തികൾ കർത്താവ് നിങ്ങളുടെ നടുവിൽ ചെയ്തിരിക്കുന്നു. നന്മ നമ്മുടെ പുറകെ വരും, നന്മ നമ്മുടെ പുറകെ വരും, നന്മ നമ്മുടെ പുറകെ വരും. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തിരിക്കും. വലിയ പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞു. ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും കർത്താവിൻ്റെ പ്രവൃത്തി ദൈവ ആലോചന ആയിക്കോട്ടെ, സാക്ഷ്യമായിക്കോട്ടെ, നിങ്ങളോട് ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ. തുടക്കത്തിൽ ഒരു സഹോദരി ഒരു സാക്ഷ്യം ഇതിനകത്ത് സെൻഡ് ചെയ്തത് ഞാൻ കണ്ടു. സൂമിൽ ഒരു രോഗസൗഖ്യത്തിൻ്റെ. ആ സഹോദരിക്കും സാക്ഷ്യം പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങളെ പറയാം. പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ, പറഞ്ഞു. ഞാൻ നമ്മുടെ മോന് ധനലക്ഷ്മി ബാങ്കിലായിരുന്നു ഏരിയ മാനേജറായിരുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 7-ാം തീയതിക്ക് ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ ജോയിൻ ചെയ്യണം പറഞ്ഞിരുന്നു.
അത് 2 ദിവസം നീങ്ങിയപ്പോൾ ടെൻഷനായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പേപ്പറൊക്കെ ക്ലിയർ ആകാനുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒരുപാട് ഭാരപ്പെട്ടു, ഇനി വൈകുമോ പറഞ്ഞിട്ട്. പക്ഷെ നന്നായി ശക്തമായി പ്രാർത്ഥിച്ചു, ദൈവം അവിടെ പ്രവർത്തിച്ചു. ഇന്ന് കൊച്ചിയിൽ പോയി ജോയിന്റ് ചെയ്യാൻ പോയി ഫെഡറൽ ബാങ്കിൽ. വലിയൊരു അത്ഭുതമാണ് ദൈവം അവിടെ പ്രവർത്തിച്ച്. അതിന് ഒരുപാട് നന്ദി. എന്ന് വെച്ചാൽ കടഭാരം കൂടുതലുള്ളതാണ്, ഓരോ ദിവസവും കൊടുക്കുന്നു. ടെൻഷനായി വരുന്നത് കേട്ട വചനം ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിക്കണം നന്നായി പ്രാർത്ഥിക്കുക. ബ്രദറിന് ഇത്ര വ്യക്തമായിട്ടാണ് അറിയും ഓരോ കാര്യങ്ങളും, പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു തരുന്ന ദൈവത്തിനും ബ്രദറിനും കൂടി നന്ദി. പറഞ്ഞാലും തീരില്ല. അറിയോ, ഞാൻ ഈ പ്രാർത്ഥന ബൈബിളിൽ തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത് പ്രവർത്തിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ അത്ഭുതം പറഞ്ഞ പോലെ തന്നെ കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലായി, അത് പ്രാർത്ഥിച്ചു. അതിൻ്റെ സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. കർത്താവ് അനുഗ്രഹിച്ചതിന് നന്ദി. ഇനിയും കർത്താവിൽ വളരുക, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, എന്തോ ഇന്നലെ സോമി റോയി എന്ന് പേര് പറഞ്ഞില്ലേ? അതെ പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞു. അത് റോയി എന്ന് പറഞ്ഞ എന്റെ ഹസ്ബൻഡാണ്. കുടുംബ വീടിൽ നിന്ന് ഞങ്ങൾക്ക് ഇച്ചിരി പറമ്പും കിട്ടിയായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ഒരു വീട് വെച്ചായിരുന്നു. വീട് വെച്ചിട്ട് അതിനകത്ത് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷെങ്കിൽ ഇന്നലെ ബ്രദർ പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ നല്ല സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് കിട്ടിയെന്ന് എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളും പറയുമായിരുന്നു. ഇതിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത് ഇടപെട്ടതാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം വലിയൊരു കാര്യത്തെ പകർന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം, അത് പുറത്തു വരും. നമ്മളെ അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. തീർച്ചയായും. ആലോചനയിൽ ബലപ്പെട്ടോണം. ഓക്കെ, പറഞ്ഞു. ബ്രദറെ, പ്രൈസ് ലോൺ. ബ്രദറെ, ഇന്ന് ഞാൻ രാവിലെ അപ്പം ഉണ്ടാക്കി. അപ്പം ഉണ്ടാക്കാൻ ഒത്തിരി പാടുപെട്ട്. അത് ഒരു ചട്ടി വെച്ച് 2 ചട്ടി വെച്ച് അതിനകത്തുണ്ടാവുന്നില്ല ഇതിനകത്തുണ്ടാവുന്നില്ല, തീ കൂട്ടിയിട്ട് കുറച്ചിട്ടെല്ലാം ചെയ്ത്. അപ്പോഴൊക്കെ ഞാൻ ഈ വചനം മനസ്സിൽ ധ്യാനിച്ച് പറയുകയായിരുന്നു. മനസ്സിൽ ധ്യാനിച്ചങ്ങ് പറയുകയായിരുന്നു, കർത്താവ് 5000 പേർക്ക് എങ്ങനെ ഇത്രയും അപ്പം ഉണ്ടാക്കി കൊടുത്ത്. ഒരു മരുഭൂമിയിൽ എത്ര ഹോട്ടലുകൾ ഉണ്ടായാലും, ഒരു 10 ഹോട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ 5000 പേർക്ക് അപ്പം ഉണ്ടാക്കാൻ ഒക്കത്തില്ലായിരുന്നല്ലോ. എന്തോ ഒരു പാടായി. അപ്പം ഈ പുട്ടൊക്കെ ആയിരുന്നേ പിന്നെ അങ്ങ് ഉണ്ടാക്കാൻ. ഇത് ഒക്കുന്നില്ലല്ലോ കർത്താവിന് ഇത് എങ്ങനെ സാധിച്ചെന്നങ്ങ് ഈ വചനം തന്നെ ഞാൻ ഇന്നങ്ങ് മൊത്തം രാവിലെ പറയായിരുന്നു ബ്രദറെ. എനിക്കിത് ബ്രദർ ഇപ്പൊ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഇന്നങ്ങ് അത്ഭുതം വന്നു. രാവിലെ എനിക്ക് തന്ന ചിന്തയായിരുന്നു എൻ്റെ കർത്താവ്. ഇത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഇപ്പൊ അങ്ങയുടെ വായിൽ നിന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ. ആ വചനം കർത്താവ് തന്നത് കൊണ്ട് രാവിലെ ഇന്ന് മൊത്തം ഞാനത് പറഞ്ഞു. കർത്താവിന് ഇത് എങ്ങനെ സാധിച്ചെന്നും പറഞ്ഞ് അങ്ങ് ചോദിക്കുമായിരുന്നു. ഞാൻ തന്നെത്താൻ അങ്ങ് നടന്നങ്ങ് ചിരിക്കുകയും പറയുകയും ചെയ്ത് ഞാൻ ചോദിച്ച്, ഇത് ഇത്ര എങ്ങനെ ഉണ്ടാക്കിയെന്ന്. ഇപ്പൊ വൈകിട്ടത്തെ ഇതിവിടെ കേട്ടപ്പോ എനിക്കൊരു സന്തോഷം ഉള്ളില്. നമ്മളിത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കണം, കർത്താവ് ഇതെങ്ങനെ ചെയ്തു. നമുക്ക് ചിന്തിച്ചാൽ നമുക്കൊരു ഉത്തരം കിട്ടും. നമ്മുടെ ബുദ്ധിക്ക് ഇതിൻ്റെ അകത്ത് മറുപടിയില്ല, പകരം ശക്തിയാൽ ഇത് നടന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെയും കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇതുപോലെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ വഴികളും വാതിലുകളൊക്കെ അടയുമ്പം നമ്മൾ എന്ത് ചെയ്തോണം? സ്തുതിച്ചോണം ദൈവത്തെ. കാര്യം നമ്മൾ ഓർക്കുന്നത് ആ വഴിയായിരുന്നു, അത് അടഞ്ഞപ്പം നമ്മൾ ഓർത്ത് ദൈവമേ ഉള്ള വഴി അടഞ്ഞല്ലോ, അതല്ലായിരുന്നു. അപ്പോൾ പറയണം, അതല്ലായിരുന്നു, മറ്റൊരു വാതിലായിരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇനിയും വചനം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ബ്രദറെ 1978 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ആമേൻ. ആ പേര് ഓർക്കുന്നുണ്ടായിരുന്നു, സൂസൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ തുടർന്നാട്ട കർത്താവ് പറഞ്ഞത്. സൂസന പറഞ്ഞത്. എന്നാലും എന്റെ ബർത്ത്ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഏറ്റെടുത്തു കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ്. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു. ഞങ്ങൾക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എന്റെ കാലുമ ഒരു ഇരുമ്പ് പോലത്തെ സാധനം വീണു. ഭയങ്കര വേദനയായിരുന്നു. എന്നിട്ട് ഞാൻ യേശുവിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആ വേദന അങ്ങോട്ട് മാറി. ഞാൻ വെച്ചു കാല് നീര് വെച്ച് കാല് നടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച. അതൊരു വലിയൊരു അത്ഭുതമാണ്. അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ ബ്രദറെ.
1978 എന്റെയും ബർത്ത്ഡേ ഡേറ്റ് ആണ്. ബ്രദർ, എന്റെ പേര് സ്മിത എന്നാണ്. ഇന്നലെ ഞാൻ സാക്ഷ്യം പറഞ്ഞാണ്, ബ്യൂട്ടീഷ്യന്റെ കാര്യം പറഞ്ഞ്. ഞാൻ ഷോപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു സഹോദരിക്ക് അവര് പിന്നെ കമ്പ്യൂട്ടറിന്റെ ഷോപ്പ് നടത്തുമായിരുന്നു. അപ്പോഴേ 2 ദിവസം കൊണ്ട് കട അടച്ചിട്ടേക്കുവാ. അപ്പോഴേ ഇന്ന് ഞാൻ ചെന്നപ്പം കട തുറന്നിട്ടുണ്ട്. അപ്പോഴാ മോള് കാലെല്ലാം ചുറ്റിക്കെട്ടി ഇങ്ങനെ വെച്ചിട്ടിരിക്കും. അപ്പോഴേ പറഞ്ഞു, ചേച്ചി അനങ്ങാൻ വയ്യ, കാല് ഭയങ്കര വേദന, സഹിക്കാൻ വയ്യാത്ത വേദനയെന്ന് പറഞ്ഞു. ഞാൻ പറയും, മോളെ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. അപ്പോഴറിഞ്ഞ ചേച്ചി പ്രാർത്ഥിച്ചോ. അങ്ങനെ ഞാൻ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ച് ഞാൻ പറയും, മോളെ സൗഖ്യമാകും, കിട്ടുമ്പോൾ മോളെന്നെ വിളിച്ച് പറയണേന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയപ്പോ തന്നെ ഇവളെന്നെ വിളിച്ച്, ചേച്ചി എനിക്ക് ഒരു പൊടി പോലും നടക്കാൻ വയ്യായിരുന്നു, പക്ഷെ ചേച്ചി പ്രാർത്ഥിച്ചിട്ട് പോയതിന് ശേഷം എന്റെ കാലിന് വേദന എല്ലാം മാറിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ആ മോള് പറഞ്ഞു. സ്തോത്രം. എല്ലാം തന്നെയാണ്. ആമേൻ. വേദന മാറി, ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ തക്കവണ്ണം തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ബുദ്ധിയിൽ ചിന്തിക്കരുത്, ശക്തി കൊണ്ട് പ്രാർത്ഥിച്ചോണം. കർത്താവ് സൗഖ്യമാക്കിയത് നന്ദി, ഉപയോഗിച്ചത് നന്ദി, യേശുവിന്റെ നാമത്തിൽ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. ഹലോ ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എൻ്റെ പേര് എലിസബത്ത് എന്നാണ്. ഞാൻ കഴിഞ്ഞ ജൂൺ 9 തൊട്ടാണ് ഇതിനകത്ത് കയറാൻ തുടങ്ങിയത്. അത് യൂട്യൂബിലെ കൂടെ ഒക്കെ കയറി വല്ലപ്പോഴും ഒക്കെ സൂമിൽ കയറുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി വീട്ടില്. അതായത് വീട്ടിലെ പൈപ്പ്, വെള്ളം വരുന്ന പൈപ്പ് പൊട്ടിപ്പോയതായിരിക്കും, ലീക്കിങ് ആയിരുന്നു. വൈകിട്ടൊരു 7:30 ഒക്കെ ആയപ്പോഴേ ലീക്ക് ഉണ്ടായി. അത് അങ്ങനെ ലീക്ക് ചെയ്താൽ ഒരുപാട് വെള്ളം പോകുമ്പോൾ നമ്മുടെ ബില്ലൊക്കെ ഒത്തിരി കൂടും. എനിവേ ഹസ്ബൻഡ് അതൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ നല്ലപോലെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ സണ്ണിൻലോയുടെ വന്ന് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്ത് അത് ക്ലോസ് ചെയ്ത് നോക്കിയിട്ടും വീട്ടിലോട്ടുള്ള പൈപ്പല്ല, പക്ഷെ വെളിയിൽ നിന്നുള്ളത്, അതായത് സിറ്റിയുടെ പൈപ്പ് ഇന്ന് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ പ്രാർത്ഥിച്ച് രാത്രി, കർത്താവേ ഞങ്ങൾക്ക് എങ്ങും പോയി ആരും വിളിക്കാൻ എങ്ങും സാഹചര്യം ഇല്ല, ആരും വരത്തില്ല, വിളിച്ചാലും കർത്താവ് ഈ പൈപ്പിന്റെ ലീക്ക് നിർത്തി തരണമേ എന്ന് പറഞ്ഞ് ഞാൻ ഉള്ളത്തിൽ പ്രാർത്ഥിച്ചു. കാരണം വെളിയിലോട്ട് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. രാത്രിയിൽ ആ പൈപ്പിന്റെ അവിടെ അടച്ചിട്ട് പോന്നിട്ടും വെള്ളം ലീക്ക് ചെയ്യായിരുന്നു. എന്നാൽ രാവിലെ എണ്ണീറ്റപ്പോൾ അവിടെ എല്ലാം കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടിരുന്നു. ഒരു ലീക്കുമില്ല, ഒന്നുമില്ലാതെ. കഴിഞ്ഞ ദിവസം വെള്ളം വന്ന് ആ രാത്രി മുഴുവൻ വെള്ളം വന്നുകൊണ്ടിരുന്നിടത്തൊന്നും ഒരു ലീക്കുമില്ല, മുഴുവനും ഡ്രൈ ആയിട്ടിരുന്നു. സിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ അവിടെ നിന്നും ആർക്കും ഒരു പ്രശ്നവും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദൈവം വലിയ അത്ഭുതം ചെയ്തു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് സാക്ഷ്യമായിട്ട് പറയാന് ഞാൻ ഇതിന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമല്ല, രോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വലിയൊരു സാക്ഷ്യം തന്നെയാണ്. കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മിഷൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും നമ്മുടെ വിശ്വാസത്തെ ഉപയോഗിച്ചോണം പറഞ്ഞതുപോലെ അത്രയും വെള്ളം കടന്ന സ്ഥാനത്ത് നേരം വെള്ളത്തെ റിപ്പയർ ചെയ്യാൻ വന്നവർ പോലെ അതിശയിച്ചു പോയി. കംപ്ലീറ്റ് കാര്യങ്ങളും സെറ്റിലായിരിക്കുന്നു. കർത്താവ് ഇന്ന് അതിൻ്റെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. അത്ഭുതത്തിന് നന്ദി. ഇനിയും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നന്ദി. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തോ? എന്റെ പേര് മിനി ശശികുമാർ എന്നാണ്. പറഞ്ഞു. ഞാൻ 6 മാസമായി എനിക്ക് തുമ്മലും മൂക്കൊലിപ്പ് ആയിട്ട്. അപ്പൊ ഒത്തിരി കൂടുതലായിരുന്നു. അപ്പൊ ഇത് ഞാൻ ഒരാഴ്ച ആയുള്ളൂ ബ്രദറെ ഇതിനകത്തിൽ കയറാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇന്നലെ ഭയങ്കര തുമ്മല്, ഞാൻ കയറാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാനിത് കേട്ടു, തുമ്മല് സഹിക്കാൻ വയ്യാതപ്പോ ബ്രദർ പ്രാർത്ഥിച്ചതല്ലേ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, കർത്താവേ നിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ കിടന്നുറങ്ങി. 6:30 ബ്രദറെ ഞാൻ മോൻ വന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് തുമ്മലോ മൂക്കൊലിപ്പോ ഉണ്ടായിട്ടില്ല. 6 മാസം ഞാൻ ഭാരപ്പെട്ടിരുന്ന വിഷയമായിരുന്നു ഇത്. പിന്നെ ബ്രദർ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പേരുടെ എന്റെ തലയിൽ ഒരുപാട് പേര് തല കൈവച്ചു പലതും പറഞ്ഞു. ഒരു ദിവസം ഞാൻ പറഞ്ഞു, കർത്താവേ ഇനി ആരെന്റെ തലയെ കൈവെക്കും, ആരെന്നെ രക്ഷിക്കും? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് യൂട്യൂബ് തുറക്കുന്നത്. അപ്പോഴാണ് ബ്രദറിന്റെ ഈ യുദ്ധ ചാനൽ ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് കേട്ട നിമിഷം ആദ്യത്തെ ദിവസം എനിക്ക് ഒന്നും സംഭവിച്ചില്ല. 2ാമത്തെ ദിവസം അത് എന്റെ വീട്ടിൽ എപ്പോഴും ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു. 2ാമത്തെ ദിവസം ഇങ്ങനെ ആ ബ്രദർ പറഞ്ഞെല്ലാം ഞാൻ ബുക്കിലെല്ലാം എഴുതി വെച്ച് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി സമാധാനം. എന്റെ വീട്ടിലെ വഴക്കു മാറി, എനിക്ക് ഒത്തിരി സമാധാനം കിട്ടി. എനിക്ക്
ഞാൻ ഓർത്തു, ദൈവമേ ഇത്രയും നാളും എന്റെ ദൈവം എനിക്ക് ബ്രദറെ എനിക്കത് എങ്ങനെ പറയേണ്ടിയെന്ന് അറിയത്തില്ല. ഞാൻ പുസ്തകം ഇങ്ങനെ പുസ്തകമൊക്കെ വായിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ എങ്കിലും എന്റെ ഉള്ളിൽ എന്റെ കൂടെ ആരോ ഉണ്ട്, എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് സമാധാനമുണ്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ബ്രദറെ. പിന്നെ ഞാൻ മാത്രമേ എന്റെ വീട്ടിൽ, ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. എനിക്ക് ദൈവം ഒരുപാട് നന്മകൾ എനിക്ക് ചെയ്തിട്ടുണ്ട് ബ്രദറെ. താങ്ക് യു ബ്രദറെ. ഈ സുമി കയറാൻ എന്നെ ദൈവം കയറ്റിയതാണ്, എന്നെ ദൈവം ഇറക്കിയതാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും മിസ്റ്ററെ, ദൈവം കൊടുത്ത വലിയ സാക്ഷ്യമാണ് മിസ്റ്റർ പറഞ്ഞതുപോലെ. 6 മാസമായിട്ട് അലർജി ബുദ്ധിമുട്ടായിരുന്നു, തുമ്മലും സഹോദരി സാക്ഷ്യം കേട്ടല്ലോ നിങ്ങൾ. വളരെ ഭാരപ്പെട്ട് 6 മാസമായിട്ട് അങ്ങനെ ഇരിക്കുവാണ് സിസ്റ്റർ. ആ വചനം കേട്ടത് ഇന്നലെ കേട്ട സമയത്ത് സിസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം. ആ പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ചു. കിടന്നങ്ങ് ഉറങ്ങി എണീറ്റ സമയത്ത് നിങ്ങൾക്കറിയാം 6 മാസമായിട്ട് മൂക്കൊലിപ്പും തുമ്മലുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. നമുക്കറിയാം, നമുക്കൊരു മൂക്കൊലിപ്പും ഒക്കെ തുമ്മലും ഒക്കെ വന്നാൽ അത് പെട്ടെന്ന് പോകത്തില്ല, അതല്ലേ? നമുക്കറിയാം, അത് പയ്യെ നമ്മുടെ ശരീരം വിട്ടു പോകത്തുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ തന്നെ 6 മാസം എന്ന് വെച്ചാൽ നമുക്ക് 3-4 ദിവസമൊക്കെ അല്ലേ പനിയും തുമ്മലൊക്കെ നിൽക്കത്തുള്ളൂ. 6 മാസമായിട്ട് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഒറ്റയടിക്ക് അത് പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. അത് മാത്രമല്ല, സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൽ വെച്ചാണ് അത് കണ്ടത്. കർത്താവ് ഒരു അനുഗ്രഹം കേട്ടോ. ഇത് ഞാൻ പറയുന്നത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഇത് പരിശുദ്ധാത്മാവ് തുറക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം അതുകൊണ്ട് കേൾക്കുവാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. പ്രത്യേകിച്ച് യൂട്യൂബിൽ എന്നെ കാണുന്നവർ, നിങ്ങളിത് അനേകർക്ക് ഇത് കൊടുക്കണം. കാര്യം ഇതേപോലെയുള്ള ആളുകൾ ഇതിലേക്ക് എത്തിച്ചേരുമ്പം, സഹോദരിയെ ക്ഷണിച്ചത് ആരും ലിങ്ക് കൊടുത്തിട്ടല്ല, യാദൃശ്യമായി കണ്ടത്. അതുകൊണ്ട് ഷെയർ ചെയ്യുമ്പം ആൾക്കാർ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് അനേക തകർന്നവരെ, ഇതുപോലെ രോഗികളെയൊക്കെയും കർത്താവിന് സൗഖ്യമാക്കുവാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞു. ഞാൻ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ദിവസവും ബൈബിൾ വായിച്ചു. അപ്പം ഇന്ന് വായിച്ചത് ഇതേ അധ്യായം തന്നെയാണ്, 6-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചു. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ വായിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് നമ്മൾ അവിടെ പോയ സ്ഥലം തന്നെയാ. അപ്പം അതിനെപ്പറ്റി തന്നെ ഇന്ന് ബ്രദർ പറഞ്ഞപ്പോ എന്തോ ഒരു ഭയങ്കര ആശ്വാസവും വിശ്വാസവും കൂടി ഞങ്ങൾ അവിടെ പോയ സ്ഥലങ്ങളായിരുന്നു. അവിടെ ഭയങ്കര വിശാലമായ സ്ഥലം. അപ്പൊ ഞാൻ പറയുമായിരുന്നു, അത്രയും സ്ഥലത്ത് ജനങ്ങൾ കൂടിയിരുന്നിടത്തല്ലേ കർത്താവ് ഈ അത്ഭുതം ചെയ്തെന്ന്. അതെനിക്ക് ഭയങ്കര അത്ഭുതം പോലെ തോന്നി ഇന്ന് അതേ വചനം കിട്ടിയപ്പോൾ. തീർച്ചയായിട്ടും കർത്താവ് പ്രിയ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ അവിടെ വിസിറ്റ് ചെയ്ത ആളല്ലേ, വിസിറ്റ് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയവർക്ക് അറിയാൻ പറ്റും കർത്താവിൻ്റെ അത്രയും ആളുകൾ അവിടെ ഇരുത്തി. അപ്പോൾ നമ്മൾ എപ്പോഴും പറയണം, നമ്മൾ ഈ ദിവസം എല്ലാവരോടും പറയുകയാണ്, നമ്മൾ ധ്യാനിക്കണം ഇതൊക്കെ എങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതം. നമ്മുടെ അടുക്കളയിൽ നിൽക്കുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇതെങ്ങനെ ഉണ്ടായി വന്നു, ഇതിൻ്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. പക്ഷെ കർത്താവിന് ഒറ്റ ഞൊടിയിടയിൽ ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്തോട്ട് പ്രാർത്ഥിക്കുക. കർത്താവ്, എല്ലാവരോടും ഞാൻ പറയുക, കർത്താവ് എന്നെ എനിക്ക് വിശ്വാസം എന്നിൽ നിറയ്ക്കണം, എന്നെ കർത്താവിൽ എന്നെ ഉറപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയും വചനവും മുടക്കരുത്, ബലപ്പെടണം അകത്തോട്ട്. ഇപ്പം സൗകര്യ പറഞ്ഞിട്ടില്ല, ഈ വചനം ഞാൻ മൊത്തത്തിലാണ് പറഞ്ഞത് കേട്ടോ. സൗകര്യ തുടക്കത്തിൽ മുമ്പ് ഒരു സൗകര്യ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സൗകര്യ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കേട്ട വചനം അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ബലപ്പെടുക. ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറിയിരിക്കും, നിങ്ങളുടെ അവസ്ഥകൾ മാറിയിരിക്കും. കേൾക്കുന്നത് മനുഷ്യൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. എനിക്ക് പിന്നെ എന്റെ ഉപ്പുറ്റി വേദനയായിരുന്നു. എനിക്ക് സാക്ഷ്യമാണ് പറയാനുള്ളത്. എന്റെ ഇടത്തെ കാലിന് ഭയങ്കര ഉപ്പുറ്റി വേദനയായിരുന്നു. ഇപ്പൊ ജോലി ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ. അപ്പൊ സാധാരണ എനിക്ക് രോഗം വരുമ്പോ ഞാൻ ഒരിക്കലും എന്റെ രോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. അപ്പൊ ഞാനത് മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലെങ്കിൽ സഹിക്കുമായിരുന്നു ഈശോയ്ക്ക് വേണ്ടിയൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു പിന്നെന്തോ പറയണ്ടേ, എനിക്ക് ഇതിലൂടെ ഒരു നല്ലൊരു അറിവായിരുന്നു, നമ്മുടെ രോഗം വെച്ചോണ്ടിരിക്കുകയല്ല പ്രാർത്ഥിക്കാൻ വേണ്ടേ എന്നുള്ളതേ.
അപ്പോ എനിക്ക് കഴിഞ്ഞ വർഷം പിന്നെ ഈ ഇടത്തെ കാലിന്റെ മുക്കുറ്റിക്ക് നടക്കുമ്പോഴെല്ലാം ഭയങ്കര വേദന, ജോലി ചെയ്യുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു തന്നെ ധ്യാനത്തിന് 3 ദിവസം ധ്യാനം ഞാൻ കൂടി. അപ്പൊ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പക്ഷെ ഉപവാസം തീർന്നതിന്റെ അന്ന് തന്നെ എനിക്ക് പിന്നെ കാലിന്റെ വേദന അങ്ങ് മാറി. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നടന്നപ്പോ തന്നെ എനിക്ക് വേദനയില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചില്ലായിരുന്നു അതിനു വേണ്ടിയേ. അപ്പൊ ഈ വർഷമായപ്പോഴത്തേ അതിനുശേഷം എനിക്ക് ഇടത്തെ ഉപ്പൂറ്റി കാലിന് വേദന വന്നിട്ടില്ല. ഈ വർഷം എനിക്ക് പിന്നെയും വലത്തെ കാലിന്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന. അപ്പൊ കഴിഞ്ഞ ആഴ്ചയൊക്കെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം എനിക്ക് നടക്കുമ്പോഴെല്ലാം ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇരുന്നോണ്ട് പ്രാർത്ഥിച്ച്, വചനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ഈശോയുടെ അടിപ്പിണരുകളായ എന്റെ വലത്തെ കാലിന്റെ കുറ്റിക്ക് സൗഖ്യം ഉണ്ടാകട്ടെന്ന്. അതിന് ഒരു 2, 3, 4, 5 പ്രാവശ്യം ഞാൻ പറഞ്ഞുള്ളൂ. ആ നിമിഷം തന്നെ ആ വേദന അങ്ങ് മാറി. അത് ഞാൻ സാക്ഷ്യമായിട്ട് ഇപ്പൊ പറയുന്നത്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി, അങ്ങ് സൗഖ്യമാക്കിയെന്ന് പ്രീസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വേദനയാൽ ഭാരപ്പെട്ടു പറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് പ്രാപിക്കുവാനും കാണുവാനും കർത്താവ് ഇടയാക്കിയല്ലോ. അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. പറഞ്ഞു. എനിക്ക് ഒരു അരമണിക്കൂർ മുന്നേ എൻ്റെ ഒരു വലത് ഭാഗത്ത് നെഞ്ചിന്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു വേദനയായിരുന്നു. വേദന ഇങ്ങനെ വന്നോണ്ടിരുന്നു. ഓരോരുത്തർ വന്ന 1 മിനിറ്റ് കഴിയുമ്പം പിന്നെയും വരും. ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ വന്നോണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഫോണും വെച്ച് ഇങ്ങനെ പ്രാർത്ഥനയിലുള്ളത്. അങ്ങനെ അതിങ്ങനെ വന്ന് കുറേ സമയം ഇങ്ങനെ വന്നോണ്ടിരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥന തീരുവോളം ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥനയെല്ലാം കേട്ട് രോഗസൗഖ്യത്തിന്റെ എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആ വേദന അടന്നില്ല. അങ്ങനെ പല ദിവസം എനിക്ക് അനുഭവം ഉണ്ട്. പല എന്നെ ഭയപ്പെടുത്തുന്ന ഓരോരോ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ വന്ന് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. അന്നേരമെല്ലാം ഞാൻ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആമേൻ. തീർച്ചയായിട്ടും കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. അങ്ങ് അത്ഭുതം ചെയ്തെന്ന് പറഞ്ഞ പോലെ തന്നെ നെഞ്ചുവേദനയായിരുന്നു, കണ്ടിന്യൂസ് വേദന ഉണ്ടായിരുന്നു, പക്ഷെ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ബ്രദർ, എന്റെ പേര് ലിസ്റ്റി വർഗീസ് എന്നാണ്. എനിക്ക് ഈ ബാലൻസ് പ്രോബ്ലം ഒരു 2-3 വർഷം കൊണ്ടുണ്ടായി. ഞാൻ ഇതിനകത്ത് 2-3 ആഴ്ചയായി കയറിയിട്ട് പിന്നെ ഭജനമൊക്കെ ഒത്തിരി നല്ലതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ബാലൻസ് പ്രോബ്ലം ഒരു ബാധ പോലെ തന്നെയാണ്. പിന്നെ എനിക്ക് ശരിക്കും നടക്കാനും പറ്റില്ല. ഇന്നലെ ഒത്തിരി കൂടുതലായിരുന്നു. പിന്നെ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ, തൊണ്ടയ്ക്കും എല്ലാം കൂടെ വെള്ളം ഇറക്കാൻ പോലും വയ്യ, ആഹാരം കഴിക്കാൻ വയ്യ. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു. 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമോ? തീരെ സുഖമില്ല. ബ്രദറെ, കണ്ണടച്ചു എൻ്റെ കൂടെ പറഞ്ഞോണം. കർത്താവ് യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെ തന്നെ ബ്രദർ പറഞ്ഞോണം. ബ്രദർ ആ കൈ എടുത്ത് തലയോട്ട് വെച്ചിട്ട് പറ, കർത്താവ് യേശുവിൻ്റെ തിരുമുറിവിനാൽ, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ മുറിവിനാൽ എൻ്റെ രോഗത്തെ യേശു വഹിച്ചതാണ്, എൻ്റെ വേദന യേശു ചുമന്നതാണ്. കർത്താവിൻ്റെ മുറിവിലുള്ള സൗഖ്യം എൻ്റെ അവകാശമാണ്. ഞാനതിനെ സ്വീകരിക്കുന്നു. ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, അത് മാറിയിരിക്കുന്നു കേട്ടോ. ഇനി പറഞ്ഞു, കർത്താവ് എന്നെ സൗഖ്യമാക്കിയത് നന്ദി എന്ന് പറഞ്ഞാൽ മതി. വേറെ ഒന്നും ഇനി പേടിക്കണ്ട. ധൈര്യമായിട്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചു കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. കഴിഞ്ഞ മാസം 27-ാം തീയതി എന്റെ മോൻ IELTS എഴുതിയായിരുന്നു. എഴുതി കഴിഞ്ഞ് വന്നിട്ടും പറഞ്ഞായിരുന്നു, ഏതായാലും ഇത്തവണ കിട്ടിയല്ല, സ്പീക്കിംഗ് പാടായിരുന്നു, അടുത്ത ഡേറ്റ് അമ്മ ഒന്നുകൂടെ എടുത്തു എന്നിങ്ങനെ പറഞ്ഞിരിക്കുവായിരുന്നു. ഇന്നാണ് റിസൾട്ട് വന്നത്. ഒരു 10% പോലും ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായില്ല. എനിവേ ഞാൻ ഗ്രൂപ്പിനകത്ത് ബ്രദറിനോടും പ്രയർ റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ എല്ലാ ദിവസവും ഈ പ്രയറിൽ കൂടുന്ന വ്യക്തിയാണ്, കൂടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിവേ ദൈവകൃപയാൽ റിസൾട്ട് വന്നു. ഒന്നുകൂടെ എഴുതേണ്ടി വന്നില്ല, പാസ്സായി. ദൈവനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. നന്ദി കർത്താവേ, അങ്ങ് കൊടുത്ത റിസൾട്ടിന് നന്ദി, ജയത്തിന് നന്ദി. എഴുതിയ ആൾക്കുള്ള പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു കർത്താവ് ചെയ്യുമെന്ന്. ദൈവം അത്ഭുതമാക്കിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും പ്രാർത്ഥിക്കുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് വണ്ടിയിലേക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എന്തോ ഒരു കാര്യം അറിയാനാണ്. ഞാൻ കുറെ വർഷങ്ങളായി നെഗറ്റീവ് ശക്തി കാരണം ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ്.
അപ്പൊ ഞാൻ കുറെ ആലയത്തിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയി. പക്ഷെ അവിടുന്ന് എനിക്ക് ഭയങ്കരമായി പാസ്റ്റർമാരിലൂടെ വരെ എനിക്ക് നെഗറ്റീവ്, വീട്ടിലെത്തിയ പിന്നെ സ്വസ്ഥതയില്ല, അങ്ങനെയൊക്കെ എപ്പോഴും കരയുന്ന ആളായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഈ വീഡിയോ കണ്ടത്. ഈ വീഡിയോയിൽ ഇതില് കേറിയതിന് ശേഷം എനിക്ക് നല്ല വീട്ടിൽ തന്നെ ഒരു മനസ്സമാധാനം, മൊത്തത്തിലൊരു കാം ആൻഡ് ക്വയറ്റ് വീട് മൊത്തം. അപ്പൊ എനിക്കിത് നല്ലൊരു സമാധാനം കിട്ടിയത് കൊണ്ട് ഞാൻ ഇത് എപ്പോഴും ഇങ്ങനെ കേൾക്കും. എന്നിട്ട് പിന്നെ ഞാൻ 2 വട്ടം എനിക്ക് എന്താ പറയാ, അറിയാണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഞാൻ വാട്സപ്പിൽ പോലും ഡിലീറ്റ് ആക്കേണ്ടി വന്നു. എനിക്ക് തനിയെ ദേഷ്യം വന്നിട്ട് ഞാൻ ഡിലീറ്റ് ആക്കും, എന്നിട്ട് പിന്നെ ഞാൻ അതിൽ കയറും, എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ 2 വട്ടം ഡിലീറ്റ് ആക്കേണ്ടി വന്നു. അത് എനിക്ക് മനസ്സിലായി, അത് പിശാച് എൻ്റെ പിറകിൽ നടന്നിട്ട് ചെയ്യിപ്പിക്കും. പിന്നെ എനിക്ക് വചനം പറഞ്ഞ് എനിക്കത് മനസ്സിലായി. വചനം പറയുമ്പോഴാണ് ഇതെല്ലാം ഇളകുന്നത്. അപ്പൊ പിന്നെ ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ സമാധാനവും എന്താ പറയാ, എല്ലാത്തിനും ഈ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നും എനിക്ക് മൂവ് ചെയ്യാനുള്ള വിടുതൽ എന്ന് പറയാം, അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല അതെങ്ങനെയാ പറയേണ്ടതെന്ന്. അത് വന്നു. അതുകൊണ്ട് എനിക്ക് എത്രയൊക്കെ എനിക്ക് നെഗറ്റീവ് വന്നാലും ഞാൻ ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ്. എനിക്ക് എത്രയോ മനസ്സമാധാനം തന്നതിന് ബ്രദറിന്റെ കുടുംബത്തിനും നന്ദി പറയുന്നു. എനിക്ക് അത്ഭുതങ്ങൾ ഒരുപാട് ദൈവം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇതിൽ വന്നപ്പോഴാണ് എൻ്റെ മൈൻഡൊക്കെ ക്ലാരിറ്റി വന്നതും എനിക്ക് അത് ദൈവം ചെയ്ത് വലിയ വലിയ കാര്യങ്ങൾ, ഒരു മനുഷ്യന്മാർക്കും ചെയ്യാത്ത വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ടെന്നും ഇനി എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോണ അത്ഭുതം വരെ എനിക്ക് മനസ്സിലാക്കിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് മിണ്ടാതിരിക്കുക. എന്തായാലും ഞാൻ വലിയൊരു സാക്ഷ്യം പറയും. അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു അത്ഭുതം ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും പ്രേസിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മനസമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ കർത്താവ് അതിനൊക്കെയും കർത്താവിൻ്റെ കൃപയിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ വലിയ ദൈവിക സമാധാനം കൊടുത്തു. ഇന്ന് ഞാനിവിടെ പറയുന്നു, നിങ്ങൾ ഈ വചനങ്ങൾ ഇത് യൂട്യൂബിൽ വരുമ്പോൾ പിന്നെയും പിന്നെയും കേൾക്കുക. കേട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക്, ഞാൻ പറഞ്ഞില്ല, സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുടുംബത്തിലും ജീവിതത്തിലും സമാധാനം ഉണ്ടായി. അങ്ങനെയെങ്കിൽ നിങ്ങൾ കേൾക്കുക, കൂടുതൽ. എനിക്കറിയാം ഒന്നിലധികം തവണ ഇത് കേൾക്കുന്നവരുണ്ട്. നിങ്ങൾ ഇനിയും കേൾക്കുക. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ഈ വചനത്താൽ സാക്ഷ്യമാക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു കാര്യം പറഞ്ഞു. യോഹന്നാൻ 6-ാം ഞാൻ വായിച്ച് ധ്യാനിച്ചു. എനിക്കത് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഒത്തിരി പൊരുൾ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. പിന്നെ ദേവദാസൻ പറഞ്ഞായിരുന്നല്ലോ, ശക്തിപ്പെടണം, ആത്മശക്തി കൂടുതൽ പ്രാപിച്ചെടുക്കണം ഈ ദിവസങ്ങളിൽ നിന്ന്. ഇന്ന് എനിക്കറിയത്തില്ല, ഇന്ന് ഈ വചനം വായിക്കുകയും ഒരുപാട് കർത്താവിനോട് അടുക്കുവാനും ആത്മാവിന്റെ ശക്തി പ്രാപിച്ചെടുക്കുവാനും വലിയൊരു സന്തോഷ ഹൃദയത്തിൽ എന്തോ ഒരു അനുഭവം എൻ്റെ മനസ്സിൽ വന്നിട്ട് എനിക്ക് എന്തോ നേടിയത് മാതിരിയുള്ള സന്തോഷം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ദാസന്റെ ആ വാക്കുകൾ ഈ വചനവും കൂടെ ആയപ്പോൾ എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി. ആമേൻ. തീർച്ചയായിട്ടും എന്ന് കർത്താവ് വചനത്തിൽ നിറയ്ക്കട്ടെ, ഇനിയും വളരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഈ വചനം കേൾക്കുക, ബലപ്പെടുക, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. ആമേൻ. കർത്താവ് ആണിരിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവിന്റെ മറ്റാരെങ്കിലും ഉണ്ട്? സ്വതന്ത്രം. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു
പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കിടക്കയിൽ കിടക്കുന്ന രോഗികൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അവരെ ഇത് കേൾപ്പിക്കണം. അവർക്കൊരു ഫോൺ എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ഫോണിൽ സൂം വെച്ച് കൊടുത്തിട്ട് ലിങ്ക് അവരെ ഓപ്പൺ ചെയ്യിപ്പിക്കണം. നിങ്ങൾ അവരെ കേൾപ്പിക്കുക, കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ അങ്ങ് എണീപ്പിക്കുക. രോഗികളായി എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കിടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് അവിടെ കിടക്കാൻ പറ്റില്ല, എനിക്ക് വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, എൻ്റെ കർത്താവേ, ഞാൻ കിടക്കാനല്ല, കിടക്ക എടുത്ത് നടക്കാനാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രോഗികളായി ഭാരപ്പെടുന്നവര് നിങ്ങൾ പറഞ്ഞോണം, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ രോഗമല്ല, സൗഖ്യമാണ്. ഞാനത് കാണും, ഞാൻ സൗഖ്യമാകും, ഞാൻ അത്ഭുതമാകും. പറഞ്ഞോണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ക്രിസ്തുവാണ്. അത് കിട്ടിയാൽ നിങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ടയാളാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വലിയ